ഇന്നത്തെ ഈ ദിവസം പ്രത്യേകമായ ഒരു അഭിഷേകമായി കർത്താവ് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠമായ സാന്നിധ്യമൊക്കെ ഇവിടെയുണ്ട്. നമുക്കിന്ന് നിറവുള്ള ഒരു ദിവസമായ ദൈവത്തിൻ്റെ ആത്മാവ് നൽകട്ടെ. ആത്മീയ ജീവിതത്തിൻ്റെ കുത്തനെയുള്ള ഉയർച്ചയ്ക്ക് നമ്മൾ വളരെ വ്യക്തമായി ചില ബോധ്യങ്ങൾ ഉൾക്കൊള്ളണം. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ചില ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സാത്താൻ പണിയെടുക്കുന്ന 4 താവളങ്ങളുണ്ട്. സാത്താൻ പണിയെടുക്കുന്ന 4 മേഖലകളുണ്ട്. ഒന്ന്, നമ്മുടെ ക്ഷമിക്കാത്ത അവസ്ഥകളാണ്. 2, നമ്മൾ ഏറ്റുപറയാത്ത പാപങ്ങളാണ്. 3, നമ്മളുടെ ആന്തരികമായ മുറിവുകളാണ്. 4, തലയിൽ കയറ്റി വെച്ചിട്ടുള്ള തെറ്റായ ബോധ്യങ്ങളാണ്. ഈ 4 താവളങ്ങളിൽ സാത്താൻ നന്നായി പണിയെടുക്കും. ഒന്ന്, ക്ഷമിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ പ്രചോദനങ്ങളും സാത്താൻ്റെതാകും. ക്ഷമിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന ഓരോ ചലനങ്ങളും സാത്താന്റെ നിയന്ത്രണത്തിലാകും. 2, അനുദപിക്കാത്ത പാപം. ഏതെങ്കിലും മേഖലകളിലെ പാപങ്ങൾ നമ്മൾ അനുദപിക്കാൻ കിടപ്പുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അനുദപിച്ചേറ്റ് പറയാത്ത പാപങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നും സാത്താൻ നന്നായി പണിയെടുക്കും. 3ാമത്തെ മേഖലയാണ് നമ്മുടെ ജീവിതത്തില് ആന്തരികമായ മുറിവുകൾ. കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മുറിവുകൾ, അവിടെയും സാത്താൻ നന്നായിട്ട് പണിയെടുക്കും. അവിടെ നിന്നുണ്ടാകുന്ന പ്രചോദനങ്ങളും പൈശാചികമാകാം. 4ാമത്തെ കാര്യത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ബാക്കി 3നെ കുറിച്ചും പറയാനുള്ള നേരമില്ലാത്തത് കൊണ്ട് 4ാമത്തെ മേഖല തെറ്റായ ബോധ്യങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരിയായ ബോധ്യങ്ങൾ നമുക്ക് തരുമ്പോൾ അതിനെതിരെ വചനവിരുദ്ധമായി തെറ്റായ ബോധ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പാപത്തിന് കാരണമാകും, കൃപകൾക്ക് തടസ്സമാകും. ഇപ്പൊ നമ്മുടെ ബോധ്യങ്ങളുടെ വിശുദ്ധീകരണം, വിമലീകരണം വളരെ ആവശ്യമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ബോധ്യങ്ങളെ, കർത്താവെ, എൻ്റെ തലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശ്വാസ വിരുദ്ധമായ, വചനവിരുദ്ധമായ എന്തെങ്കിലുമൊക്കെ അറിവുകൾ ഞാൻ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ അല്പം ഉയർത്തി ഈശോയോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, സ്വരമേറ്റി പ്രാർത്ഥിക്കും. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയിൽ കാലങ്ങളായി എതിർപ്പുകളും യുക്തിചിന്തകളും നിരീശ്വര ചിന്തകളും തെറ്റായ ബോധ്യങ്ങളും കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് വിശുദ്ധീകരിക്കണമേ. കർത്താവായ ദൈവമേ, ശരിയായ ബോധ്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തരണമേ. വചനത്തിന്റെ വെളിച്ചത്തിൽ ആത്മജ്ഞാനത്തെ അയച്ചു തരണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഉന്നത സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം എന്തെന്ന് ഞാൻ അറിയട്ടെ. ഓ ദൈവമേ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, കണ്ണുകൾ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, നമുക്ക് ശരിയായ ബോധ്യങ്ങൾ ഉണ്ടാകുക ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ കാര്യമാണ്. ഇരിക്കാൻ പറ്റുമോ? കാല് വയ്യാത്ത ഒരാളാണ്, അദ്ദേഹത്തിന് ഇരിക്കാനൊരു സൗകര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ നോമ്പുകാലത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശു ഏക രക്ഷകൻ. ഇത് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന നമുക്ക് പലർക്കും ഇതൊന്ന് പറയാൻ, ഏറ്റുപറയാൻ പലപ്പോഴും മടിയാണ്. ഞാൻ എൻ്റെ 18 വർഷത്തെ വൈദിക ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആളുകൾ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും നിരന്തരം എല്ലാ ധ്യാനങ്ങൾക്കും ആരാധനകൾക്കും പോവുകയും ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ സഹപ്രവർത്തകരോടും അവരുടെ കൂട്ടത്തിൽ ഇടപെടുന്നവരോടും ഈ കർത്താവ് ഏക രക്ഷകനാണെന്ന് പറയാനുള്ള ഒരു വൈക്ലഭ്യം അവർക്കുണ്ട്. ഹല്ലേലൂയ. അതുമൂലം കർത്താവ് വല്ലാതെ വേദനിക്കുന്ന ഒരു സംഭവം പലപ്പോഴായിട്ട് ഈശോ ഒരു പ്രേരണയിലൂടെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ കൊച്ചു സമൂഹത്തില് ഈ ഒരു ചിന്ത പങ്കുവെക്കണമെന്ന് കർത്താവ് പ്രേരിപ്പിച്ചത്. ഹല്ലേലൂയ. യേശു ഏക രക്ഷകൻ. എന്തുകൊണ്ടാണ് ഈ വിഷയം ഞാൻ തെരഞ്ഞെടുത്തത്? ഇത് എന്റെ ഒരു അച്ഛന് സംഭവിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു അല്ലാതെ ഒരുവനും ഈ ലോകത്തിൽ രക്ഷയ്ക്കായിട്ട് ഇല്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം തിരുവചനം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള നാമം യേശുവിന്റെ നാമമാണ്. ഇത് പറയാൻ നമ്മൾ മടിച്ചാൽ ഒരു ദൈവം വല്ലാതെ നോവും. ഒരു ദൈവത്തിന് വല്ലാതെ നോവുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ മടിക്കുന്നത്. ഹല്ലേലൂയ. സർവ്വതി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു ബോധ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഇത് ഏറ്റു പറയാൻ തുടങ്ങിയാൽ, പിന്നീട് നമ്മിലേക്ക് വന്നു ചേരുന്ന ഐശ്വര്യം, അനുഗ്രഹം എന്ന് പറയുന്നത് അന്യതര സാധാരണമായിരിക്കും. ഹല്ലേലൂയ. നാം അവിടെയും എവിടെയും നിന്ന് കർത്താവിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ഉപരി യേശു ഏക രക്ഷകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ മക്കളുടെ അടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി അപ്പന്റെ അടുത്ത് നിന്ന് എന്തും ചെന്ന് എടുത്തുകൊണ്ട് പോരാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ഇത് നമുക്ക് വെറുതെ കിട്ടുന്നതല്ല, ഇതൊരു അവകാശമായി ദൈവം നമുക്ക് തരും. മക്കൾക്കടുത്തൊരു സ്വാതന്ത്ര്യം അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ അപ്പന്റെ ഈ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കണം. അപ്പന്റെ ഈ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ ഏക മകനാണ്, ലോകത്തിന്റെ ഏക രക്ഷകൻ. ഹല്ലേലൂയ. ഇത് പറയാനുള്ള കാര്യം ഒരു അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ അച്ഛന്റെ പേര് മൈക്കിൾ പനച്ചിക്കൽ എന്നുള്ള അച്ഛനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിരുനാമ കീർത്തനം പാടുവാനല്ല എന്ന പാട്ടൊക്കെ എഴുതിയിട്ടുള്ള അച്ഛനാണ്. തിരുനാമ കീർത്തനം പാട്ടൊക്കെ എഴുതിയ അച്ഛനാണ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. ഈ അച്ഛന്റെ വേറെ പാട്ടുകൾ 600-ൽ പരം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. വേറൊരു പാട്ടാണ് ആ പാട്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു ശ്രേയ എന്ന് പറഞ്ഞ കുഞ്ഞു പാടിയെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും ഞാൻ അറിഞ്ഞത്. അപ്പൊ ഈ പാട്ടൊക്കെ എഴുതിയ അച്ഛന്റെ പേരാണ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. ഈ അച്ഛന് ഒരിക്കലൊരു ധ്യാനമൊക്കെ കൂടിയതിനു ശേഷം ധ്യാന കേന്ദ്രത്തിൽ വലിയ അഭിഷേകമുള്ള ഒരു സിസ്റ്ററിന്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തുകയാണ്.
പ്രായമായ ഈ അച്ഛന് ഈ വന്ന് ധ്യാനമൊക്കെ കൂടിയിട്ട് ഒരു സിസ്റ്ററിന്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുമ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ അച്ഛനെ ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എല്ലാ അച്ഛന്മാരെ ഈശോയ്ക്ക് ഇഷ്ടമല്ലേ, പിന്നെ എന്നെ പ്രത്യേകിച്ച് ഇഷ്ടമൊക്കെ കാണും, ഈശോയ്ക്ക് വേണ്ടിയെല്ലാം ജീവിക്കുന്നത്. അപ്പോഴാണ് ഈ അച്ഛന് പറഞ്ഞ, ആട്ടെ ഈശോയ്ക്ക് എന്താ ഏറ്റവും വലിയ ഇഷ്ടം? ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറയാണ്, അച്ഛന്റെ ഒരു പ്രസംഗം ഈശോയ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, പൊതുവെ ഞാൻ നന്നായിട്ടൊക്കെ പ്രസംഗിക്കാറുണ്ട്, ഒരുങ്ങി പ്രാർത്ഥിച്ച് ഉപസിച്ചൊക്കെ പോയി പ്രസംഗിക്കുന്നേ, അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സിസ്റ്റർ അല്ല, അച്ഛൻ്റെ ഒരു 3 മിനിറ്റ് ഉള്ള ഒരു പ്രസംഗമാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അച്ഛൻ മനസ്സിൽ കരുതി, ചില പീഡ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഉണ്ട്. അപ്പം അച്ഛൻ കുർബാനയ്ക്കിടയ്ക്ക് ഒരു 3 മിനിറ്റ് ഒരു ചെറിയ മെസ്സേജ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ 3 മിനിറ്റ് പ്രസംഗമായിരിക്കും ഈശോയ്ക്ക് ഇഷ്ടം. അവിടെ സിസ്റ്റർ പറഞ്ഞു, അല്ല ആ 3 മിനിറ്റ് പ്രസംഗം ഒരു പള്ളിയിൽ വെച്ച് നടന്നതല്ല, ഒരു പല മത ജാതിയിൽപ്പെട്ട ആൾക്കാരിരുന്നപ്പോ അച്ഛൻ നടത്തിയൊരു പ്രസംഗമാണ്. ഇവിടെ അച്ഛന്റെ മനസ്സിലൂടെ അദ്ദേഹം ചിന്തിച്ചു, ഒരു ഫൊക്കാന സമ്മേളനം അമേരിക്കയിൽ വെച്ച് നടന്നപ്പം ഫ്ലോറിഡയിലെ കാബോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഇതിനൊരു 3 മിനിറ്റ് പ്രഭാഷണം കിട്ടി, സർവമത സമ്മേളനം. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ക്രിസ്തീയ കാഴ്ചപ്പാട് പറഞ്ഞു. ആ പ്രസംഗം ഈശോയ്ക്ക് ഇഷ്ടമായിരിക്കല്ലേ. ഉടനെ സിസ്റ്റർ പറഞ്ഞല്ല, ആ പ്രസംഗത്തിൽ ഒരു കശപിശ ഉണ്ടായെന്ന് പറഞ്ഞു. അമേരിക്കയിൽ അങ്ങനെ കശപിശയൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായി, കോട്ടയത്ത് വെച്ച് നടന്ന ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തില്, ഒരു മതാന്തര സംവാദത്തില് നടന്ന സംഭവം. അതിന്റെ ഒടുവിൽ ഒരു കശപിശയൊക്കെ ഉണ്ടായി. സംഭവം ഇതാണ്, 3 പേര് ആ കോട്ടയത്ത് വെച്ച സമ്മേളനത്തില് പ്രസംഗിച്ചു, 3 മതത്തെ പ്രതിനിധീകരിച്ചു. ഹൈന്ദവനായ ഒരാൾ വന്നു, ബ്രാഹ്മണ്യങ്ങളെ കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും അവതാരങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു, ഹൈന്ദവ ദർശനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു മടങ്ങി. ഭേദപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ചിട്ട് മടങ്ങി. രണ്ടാമത് വന്നത് ക്രിസ്ത്യാനിയാണ്. പക്ഷെ അച്ഛനൊന്ന് ശ്രോതാവായിട്ട് അവിടെ ഇരിക്കുകയാണ് എല്ലാവരുടെയും കൂടെ. അപ്പൊ അച്ഛന് വല്ലാത്ത വിഷമം തോന്നി, ഇത് വേണ്ടുന്ന വിധം നന്നായിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അച്ഛന് സങ്കടം തോന്നി, ക്രിസ്തീയ സമൂഹത്തെ വേണ്ടുന്ന വിധത്തില് നന്നായിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള സങ്കടത്തില് അച്ഛനിങ്ങനെ ഇരിക്കാൻ. അപ്പോഴാണ് ഇസ്ലാമിലെ ഒരു സഹോദരൻ അങ്ങോട്ട് കയറി ഇങ്ങനെ പറഞ്ഞു, അന്ത്യ നബി, അവസാന പ്രവാചകൻ, അതാണ് ദൈവം അയച്ച അവസാനത്തെ പ്രവാചകൻ, അദ്ദേഹത്തെ കേൾക്കുന്നതാണ് നിത്യതയിലെത്താനുള്ള ഏക മാർഗം. ദൈവം പറയാനുള്ളത് മുഴുവൻ അവസാനത്തെ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുകയാണ്, ഇനിയും ഒന്നും പറയാനില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് രക്ഷപ്പെടാനുള്ള നൂൽപ്പാലം. അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യം തീവ്രമായിട്ട് അവതരിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. സമ്മേളനം തീരാൻ പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ സംഘാടകൻ വന്നിട്ട് പറഞ്ഞു, ഇനി ആർക്കെങ്കിലും 3 പേർക്ക് 3 മിനിറ്റ് വീതം സംസാരിക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ മൈക്ക് ഓഫ് ആക്കും. ഇതിൽ കൂടുതൽ പോകരുത്, 3 പേർക്ക് സംസാരിക്കാം. അച്ഛൻ ചാടി എഴുന്നേറ്റ് അച്ഛൻ സ്റ്റേജിൽ കയറി. അച്ഛൻ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യമേ പറഞ്ഞു, ഇവിടെ ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞ സഹോദരൻ പറഞ്ഞ നിലപാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ തീവ്രതയും തീക്ഷ്ണതയും ഞാൻ മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് ഞാൻ ഉത്തേജനം ഉൾക്കൊള്ളുന്നു, പ്രചോദനം ഉൾക്കൊള്ളുന്നു. രണ്ടാമത് പറഞ്ഞു, എന്നാൽ ഒരു പ്രവാചകൻ വന്ന് കാര്യം പറഞ്ഞതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ ഒരു മകൻ, ഏക മകൻ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ ചരിത്രത്തിലൊരു സംഭവമുണ്ട്. അതാണ് നസ്രനായ
യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇതങ്ങോട്ട് പറഞ്ഞു. മൂന്നാമത്തെ വിദ്യാഭ്യാസം പറഞ്ഞു. മാത്രമല്ല, പ്രവാചകന് ചില കാര്യങ്ങൾ പറയാനേ പറ്റൂ. പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുകയില്ല. എന്നാൽ ദൈവത്തിന്, അവൻ ദൈവമായതുകൊണ്ട് എന്ത് പറഞ്ഞാലും ജീവിതം കൊണ്ടത് തെളിയിക്കാൻ പറ്റും. കരുണയെക്കുറിച്ച് ഉദാഹരണത്തിന് അള്ളാഹുവിന് പറയാൻ പറ്റും. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന് കരുണയെക്കുറിച്ച് ആ പറഞ്ഞത് അതുപോലെ പറയാനേ പറ്റൂ, തെളിയിക്കാൻ പറ്റുകയില്ല. എന്നാൽ നസറേയനായ യേശു ക്രിസ്തു, അവൻ കരുണയെക്കുറിച്ച് പറയുക മാത്രമല്ല, കുരിശിൽ കരുണ കാണിച്ച് തെളിയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതുകൂടെ അങ്ങോട്ട് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടണോ ആ നസറേയനായ ഏക കർത്താവിൽ വിശ്വസിക്കണമോ? ഇതങ്ങോട്ട് കേട്ടപാടെ സംഘടന കൂടി വന്നു. ആളുകൾ കുറെ പേര് എഴുന്നേറ്റ്, ഇതെന്നാ ഇടപാട്, ഇതിങ്ങനെ തീവ്രവാദം പറയേണ്ടതാണോ? കശപശയായി അച്ഛന് അവിടെ നിന്ന് മെല്ലെ പോവുകയും ചെയ്തു. 15 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. ഈ സിസ്റ്ററിലൂടെ ഈശോ അതോർത്ത് അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ഇത്രയും നാളത്തെ പ്രസംഗം നടത്തി, അതിലേറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു പ്രസംഗമാണ് ആ 3 മിനിറ്റത്തെ പ്രസംഗം. ഹല്ലേലൂയ. ഒരു ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗമാണ് താൻ ഏക രക്ഷകനാണെന്ന് ലോകത്തെ അറിയിക്കുന്ന സന്ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. യേശു ഏകരക്ഷക, ഇത് പറയുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായ കാര്യമാണ്. എന്റെ ദൈവം ഈ ലോകത്തിൽ മറ്റാരെക്കാളും എന്റെ ദൈവം അയച്ചിരിക്കുന്ന ഏക മകനിലൂടെയുള്ള രക്ഷയെ പ്രഘോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രഭാതം നമ്മൾ അങ്ങനെ ഒരു ധ്യാന ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ ക്ഷീണമൊക്കെയാണോ? ചൂടൊക്കെ കൊണ്ടാണോ? കുഴപ്പമൊന്നുമില്ല. നമ്മള് എരിപറ്റി അങ്ങോട്ടിരിക്കണം. ഉത്സാഹത്തോട് ഇരുന്നെങ്കിലേ ഭജനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ഉറക്കമൊക്കെ വരും, ചെറിയ ക്ഷീണമൊക്കെ കാണും, മരുന്നൊക്കെ കഴിച്ചതുണ്ടാവും. സാരമില്ല. എന്നാലും നമ്മള് കർത്താവിന്റെ ആഗ്രഹത്തോടെ അങ്ങോട്ട് ഇരിക്കണം. അപ്പോൾ കർത്താവ് ഇടപെട്ട് നമുക്ക് അഭിഷേകം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു അറിവ് ഉണ്ടാകണം. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കുറെ അറിയാം. പക്ഷെ പലപ്പോഴുമുള്ള പ്രശ്നം, നമ്മുടെ മാതാപിതാക്കളൊക്കെ പള്ളിയിൽ വന്നതുകൊണ്ട് നമ്മൾ പുറകെ അങ്ങ് വന്ന് ശീലിച്ചു എന്നല്ലാതെ ചരിത്രത്തിൽ എന്റെ ഈശോ എന്താണ് എന്ന ഒരു അറിവ്, അത് വലിയ ശക്തിയായി മാറും. അത് പിന്നീട് ആ ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു വലിയ പ്രേരണയായി മാറും. ആ പ്രേരണയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കുത്തനെ ഉയർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അറിവാണ് ഒരു പ്രേരണയായി മാറുക. പ്രേരണയാണ് ആത്മീയ ജീവിതത്തെ കുത്തനെ ഉയർത്തുക. സ്ഥിരതയോടെ, അഭിഷേകത്തോടെ ജീവിതത്തിന്റെ അന്ത്യം വരെ നിലനിൽക്കാൻ ഈ അറിവ് നമ്മളെ സഹായിക്കും. ഇല്ല എങ്കിൽ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് പള്ളി വന്നു എന്നതിന്റെ പേര്, ഒരു ക്രിസ്ത്യാനിയായി പെട്ടുപോയി എന്നതിന്റെ പേര് കുറെ വിശ്വാസം കൊണ്ട് നമ്മൾ നടന്നാൽ ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ കട്ടിലേക്ക് കിടക്കേണ്ടി ഒരു കാലം വരും. അന്ന് വല്ലാത്ത പുറപ്പെടുപ്പായിരിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു സന്തോഷവും പ്രതിസന്ധി ഏറ്റെടുക്കേണ്ടി വരും. അന്ന് എന്തിന് ദൈവമേ എന്ന് ചോദിക്കാൻ മറുചോദ്യങ്ങള് നാവിൽ പഴിചാരല് പേപ്പറച്ചിലൊക്കെ രൂപപ്പെടും. ഇതുണ്ടാകാതിരിക്കണമെങ്കിലാണ് ഞാൻ പറയുന്നത്, ഈ ക്രിസ്തു ചരിത്രത്തിൽ ഇടപെട്ട എന്റെ ഈശോയെ കുറിച്ച് ഹൃദയപൂർവ്വം അറിയണം. എങ്ങനെയാണ് അവൻ ഏക രക്ഷകനാണ് ആയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 17:3, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ.
ഇതാണ് നിത്യജീവൻ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പള്ളിയിൽ പോകുന്നതിന്റെ ലക്ഷ്യവും യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യവും രണ്ടും രണ്ടാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നതിന്റെ ലക്ഷ്യവും യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യവും രണ്ടും രണ്ടാണ്. എല്ലാ മതങ്ങളും ക്ഷേത്രങ്ങളിൽ പോകുന്നത്, പള്ളികളിൽ പോകുന്നത് പ്രശ്ന പരിഹാരത്തിനാണ്. ഞാൻ ഈ പറയുന്നത് ഒരല്പം എല്ലാ മാസവും ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ കുറെ അഭിഷേകമുള്ള വചന കാലങ്ങളായി കേട്ടോണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ കുറിച്ച്, സമൂഹത്തോടാണ്. ഇത് ഞാനൊരു LKG ക്ലാസ്സിൽ എടുക്കുന്ന ക്ലാസ് അല്ല. ഇത് കുറെ കൂടി ആത്മീയമായി വളർന്നവർക്ക് വേണ്ടുന്ന ക്ലാസ്സാണ്. ഈ ആത്മീയമായ ഒരു വളർച്ച നമുക്കുണ്ടെങ്കിൽ, ഈ ആത്മീയമായ ഒരു അഭിഷേകം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കാര്യത്തിൽ കിട്ടും. ഇല്ലെങ്കിൽ കർത്താവിനോട് നമ്മൾ കാര്യം ചോദിക്കും, കർത്താവ് തരും, പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളോട് വേറൊരു പ്രശ്നമാവും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരു 10-20 എണ്ണം പരിഹരിച്ച് നമ്മൾ ഭൂമി വിട്ടു പോകേണ്ടി വരും. അവസാനം നമുക്കൊരു ഗതി ഇല്ലാതാകും. അതുണ്ടാകാതിരിക്കാൻ അടിസ്ഥാനപരമായി ആത്മീയത എല്ലാ അർത്ഥത്തിലും വിലയുള്ളതാകയാൽ, അത് ഈ ലോകത്തെയും വരാനിരിക്കുന്ന ലോകത്തെയും ഗ്രസിക്കുന്നതാകയാൽ, ഈ ആത്മീയ ജീവിതം കുത്തനെ ഒന്ന് ഉയർത്തുക, അതിനൊരു സ്ഥിരതയുണ്ടാക്കുക. അതിനടിത്തറയായിട്ട് ഒരു ക്രിസ്തു ജ്ഞാനം, ക്രിസ്തു ബോധം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, സർവ്വവേദി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാധാരണ ക്രിസ്ത്യാനികളിൽ, സാധാരണ മതജീവിതം നയിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം നമുക്കുണ്ടാകണം. ഇതിന്റെ കാര്യം ഇതാണ്, മതജീവിതത്തിന്റെ പ്രത്യേകത, ദൈവം ഒരു പ്രശ്ന പരിഹാരിയാണ്. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ഇഷ്ടദൈവത്തിന് തുലാഭാരവും നേർച്ചയും പല വഴിപാടും വെടി വഴിപാടും ഒക്കെ നമ്മൾ നടത്തി, നേർച്ച നടത്തി, പെരുന്നാൾ നടത്തി നമ്മൾ പോകും. എന്നാൽ ദൈവത്തിന് ഈ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഈ ചടങ്ങുകളല്ല പ്രധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വവേദി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരണം. വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞതിൽ. എല്ലാ മനുഷ്യരും മതങ്ങളും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാല് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നീ ഇതങ്ങ് നിർത്ത, ഞാനൊന്ന് പ്രവർത്തിക്കട്ടെ നിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ട് ജാതികൾ വിറകൊള്ളട്ടെ. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മള് ഈ യേശു എന്ന ഏക നാമത്തിലെ നമ്മുടെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാനായിട്ട് വരുന്നത്. നമ്മൾ ഈ 3 വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനം, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 2, മറുപടി പുസ്തകത്തിലെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വചനം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് വിശ്വസിക്കാൻ നമുക്കാകണം. 3, റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം, യേശു കർത്താവാണെന്ന് ആധാരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, യേശു ഏക കർത്താവാണ്. ഇത് നമ്മൾ അറിയണം. ഇത് അറിയണം എന്ന് പറയുമ്പം നമ്മുടെ വിശ്വാസത്തിന് ഒരു ബുദ്ധിക്ക് നിരക്കുന്ന വിശ്വാസം ഉണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ അതിന് ചില റീസൺ വേണം. ബുദ്ധിക്ക് നിരക്കാത്ത വിശ്വാസമൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഫെയ്ത്ത് വിതൗട്ട് റീസൺ ഈസ് സൂപ്പർസ്റ്റിഷൻ. അപ്പൊ നമ്മുടെ വിശ്വാസം ചോദിച്ചത്, വിശ്വാസം എങ്ങനെയാണ് ബുദ്ധിക്ക് നിരക്കുന്നത്? ബുദ്ധി കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യണമെന്നല്ല, മറിച്ച്
ബുദ്ധിക്ക് ഘടകവിരുദ്ധമായി ഇത് തിരിയരുത്. ബുദ്ധി കൊണ്ട് തെളിയിക്കണമെന്നല്ല പറയുന്നത്, ബുദ്ധിയുടെ നിലനിൽപ്പിന് ഇത് ഘടകവിരുദ്ധമായി തിരിയാത്ത രീതിയിൽ ഇതിനൊരു നിലനിൽപ്പുണ്ടാകണം. എന്ന് വെച്ചാൽ ഒരു കണക്കിൽ ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് ഒരു ചരിത്രത്തിലെ ഇടപെടലുണ്ടാകണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തില് അനുഭവത്തിന്റെ ഒരു സമ്പത്ത് ഉണ്ടാകണം. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് കൂട്ടായ്മയുടെ ഒരു പിൻബലം ഉണ്ടാകണം. പാരമ്പര്യത്തിന്റെ ഒരു കരുത്തുണ്ടാകണം. ഇതൊക്കെ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്നനുഭവിച്ചാൽ നമ്മുടെ വിശ്വാസ ബുദ്ധിക്ക് നിരക്കുന്നത്. ബുദ്ധിക്ക് നിരക്കാത്ത വിശ്വാസമൊക്കെ അന്ധവിശ്വാസമാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ആരാണ് ഈ ക്രിസ്തു? എന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഒരു ദൈവം ഒരിക്കലും എന്റെ ബുദ്ധിക്ക് പിടികെട്ടാത്ത രീതിയിലല്ല ക്രിസ്തുവിനെ അവതരിപ്പിച്ചത്. എന്റെ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലല്ല ക്രിസ്തു അവതരിക്കപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ബുദ്ധിക്ക് നിരക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്തിന് ഒരു റീസൺ വേണം. എന്ന് വെച്ചാൽ നമ്മള് ഈ ക്രിസ്തുവിനെ കുറിച്ചൊരു കുറെ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. ആരാണ് അവൻ? നമുക്കറിയാം, നമ്മൾ വെറുതെ എന്തോരം ചോദ്യങ്ങൾ ചോദിക്കും. ഒരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 100 ചോദ്യമാണ്. ചെല്ലുമ്പോഴേ 100 രൂപയ്ക്ക് താഴെയുള്ള തുണിയുണ്ടോ? ഇതിന് കളർ പോകുമോ? നിറം മങ്ങുമോ? ഇത് ചുരുങ്ങുമോ? ഇത് വെള്ളത്തിൽ ഇടാൻ പറ്റുമോ? ഇത് വെയിലത്തിടാൻ പറ്റുമോ? ഇതിന്റെ വില കുറയുമോ? എന്തോരം ചോദ്യങ്ങളാണ് നമ്മൾ ഒരു തുണിക്കട കയറിയാൽ തന്നെ ചോദിക്കുന്നത്. ഒരു ഭൗതികമായ ഒരു കാര്യത്തിൽ നമ്മൾ എന്തോരം ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയമായ കാര്യത്തിന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ആത്മീയ മേഖലയിൽ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെറുതെ കേൾക്കുന്നതെല്ലാം തലയിൽ കയറ്റി വെച്ചോണ്ട് പോകരുത്. നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പനും അമ്മയും ക്രിസ്ത്യാനിയായി എന്നതിന്റെ പേരിൽ ഞാനും ക്രിസ്ത്യാനിയായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. ഈ ക്രിസ്തു ബോധം, ക്രിസ്തു ജ്ഞാനം എന്നിൽ നിറഞ്ഞാൽ അവനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അവൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയായി മാറും. അതുകൊണ്ടാണ് നമ്മള് വെറുതെ നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചു പോകരുത്. നമ്മള് ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്തിനാണ് ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നമ്മള് മനസ്സിലാകണം. ഹല്ലേലൂയ, ശ്രമേർദേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നമ്മൾ നമ്മുടെ ദൈവത്തില് എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ഈ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഒറ്റ നോട്ടത്തിൽ അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടാൽ ഇതുപോലെ പഞ്ഞം പിടിച്ചൊരു ദൈവത്തെ വേറെ ഒരു മതത്തിലും കാണാനില്ല. അവൻ ജനിച്ചത് തന്നെ ദാരിദ്ര്യത്തിന്റെ, കൊടിയ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലാണ്. ഒരു കല്ലടാവിലാണ് അവൻ ജനിച്ചത്. അവൻ നടന്നത് മുഴുവനും ദാരിദ്ര്യത്തിന്റെ വഴികളിൽ. കലാലയ കവാടത്തിൽ കാലുകുത്തിയിട്ടില്ല. കൂട്ടുതുണിക്ക് മറുതുണിയില്ല. വിശന്നപ്പോ ആരുടെയൊക്കെയോ വയലിൽ നിന്ന് ഗോതമ്പ് മണി കയ്യിലിട്ട് തിരുമ്മിപ്പൊടിച്ച് തിന്നേണ്ട ഗതികേട് വന്ന 5-6 മുക്കുവരെയും കൂട്ടിക്കൊണ്ട് 3 വർഷത്തോളം തെരുവിൽ അലഞ്ഞ ഒരു നസ്രായൻ. അവന്റെ ആകർഷകമായ മുഖഭാവമോ ഗാംഭീര്യമോ ഒന്നും ഇല്ലായിരുന്നുവെന്ന് യേശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗലീലയിലൂടെ നടന്നു നീങ്ങിയ, ആ പാലസ്തീനയുടെ ചുട്ടുപഴുത്ത മണൽക്കാട്ടുകളിലൂടെ നടന്നു നീങ്ങിയ ഒരു ചെറുപ്പക്കാരൻ അത്ര കണ്ട് സുന്ദരനൊന്നും അല്ലായിരുന്നു. നമ്മളുടെയൊക്കെ ഭക്തി പാരവശ്യങ്ങളാണ് ക്രിസ്തുവിന് ഇത്രമാത്രം സൗന്ദര്യമൊക്കെ ഒരുപക്ഷെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഈശോയ്ക്ക് അത്ര സൗന്ദര്യമൊന്നും ഉണ്ടാക്കണം എന്നില്ല. കാരണം വരണ്ട ഭൂമിയിലൂടെ വിയർപ്പൊഴുക്കി നടന്നു നീങ്ങിയ പട്ടിണിക്കോലത്തിന്, ആരുടെയൊക്കെ ഔദാര്യത്തിന് ജീവിതം മുന്നോട്ട് നയിച്ച ഒരു 33-കാരൻ ചെറുപ്പക്കാരന് അത്ര കണ്ട് ആകാര സൗഷ്ഠവമോ സൗന്ദര്യമോ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അതാണ് യേശയ്യാ 53 മുതലുള്ള അധ്യായങ്ങളില് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മഹത്വം, തേജസ്സുള്ള മഹത്വം തന്നെയാണ്. അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകും. പക്ഷെ ചരിത്രത്തിലെ ഈശോ
അപ്പൊ അങ്ങനെ ഒരു പഞ്ഞം പിടിച്ച ദൈവമാണ്. അവൻ മരിച്ചതും ഒടുവിൽ പേർഷ്യക്കാരുടെ കയ്യിൽ നിന്ന് റോമാക്കാർ കടമെടുത്ത കുരിശുമരണത്തിൽ 3 ആണിയിൽ അരിവള്ളിയിൽ തുണി തൂക്കിയിട്ടിരിക്കുന്ന കണക്കെ ഒരു ശരീരം തൂക്കിയിട്ടിരിക്കെ ഒന്നോർത്ത് നോക്കിക്ക് ഒരു ശവം ഒരു മരത്തണ്ടിൽ തൂങ്ങിക്കിടക്കുന്നു. സ്വന്തം പെറ്റ തള്ളയുടെ മുമ്പിൽ നഗ്നനായി തൂക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ഇതുപോലെ ഗതികെട്ട ഒരു ജന്മം വേറെയുണ്ടോ? ഭൂമിയിലെ എല്ലാ മതത്തിലെയും ദൈവങ്ങളെ നമ്മൾ കുരിശിൽ നിന്ന് പ്രതിഷ്ഠിച്ചു നോക്കിക്കേ, അന്നേരം അറിയാം. ഭൂമിയിലെ ഏത് ദൈവത്തെയും കുരിശിൽ പ്രതിഷ്ഠിച്ചാൽ വല്ലതൊക്കെ നടക്കും. എന്നാൽ ഈ ദൈവം മാത്രം പഞ്ഞം പിടിച്ചു പോയത് കൊണ്ട് യാതൊരു പ്രതികരണവും. ഹല്ലേലൂയ, സർവ്വവേദി ഹല്ലേലൂയ, ഹല്ലേലൂയ. ബീഹാറിലെ ഗോത്രവർഗക്കാരുടെ ഇടയിലെ ജോലിക്ക് പോയ ഒരു അച്ഛനെ കുറിച്ചറിയാം. ഈ അച്ഛൻ മലയാളി വൈദികനാണ്. അപ്പൊ അവിടെ ചെന്നപ്പം ഈ അച്ഛന് ബീഹാറിലെ ഗോത്രവർഗക്കാരുടെ ഇടയിലെ അവരുടെ ഇടയിൽ ഒരാളെ പോലെ ഇങ്ങോട്ട് ജീവിച്ച് ജോലിയൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെ അവിടുത്തെ കൊച്ചു പിള്ളേരെയൊക്കെ പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോഴിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ സംഭവിച്ചത് ആളുകൾക്കൊക്കെ കുറെ താല്പര്യമൊക്കെ ഉണ്ടായി. ഗോത്രവർഗക്കാര് ശ്രദ്ധിച്ചു. അവര് പറഞ്ഞു, പുതിയൊരു ദൈവം കൂടെ ഞങ്ങളുടെ ഗോത്രത്തിൽ അവതരിച്ചിരിക്കുന്നു. അപ്പൊ ഗോത്രവർഗക്കാര് പറഞ്ഞു, നമ്മൾ വെറുതെ ഇരിക്കരുത്, ഈ ദൈവത്തിനും വേണ്ടുന്നതെല്ലാം കൊടുത്തോണം, ഇല്ലെങ്കിൽ ദൈവം കോപിക്കും. അതുകൊണ്ട് ദൈവം കോപിക്കാതിരിക്കാൻ ദൈവത്തിന് വേണ്ടുന്ന പാലും തേനും പൂക്കളും പഴങ്ങളും പൈസയും ഒക്കെ കൊടുത്തോണം. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ അന്വേഷിച്ചു. ഒരു ദൈവം വന്ന് അവതരിച്ചു. ഈ ദൈവം ഞായറാഴ്ചയാണ് ഒന്നിച്ചു കൂട്ടുന്നത്. ഞായറാഴ്ചയാണ് ഈ ദേവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ദേവന്റെ മുമ്പിൽ ഞായറാഴ്ച ഇവര് പഴങ്ങളും പൂക്കളും പൈസയും ഒക്കെ കൊണ്ടുവച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് പ്രത്യേകിച്ച് ആരാധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവരിൽ ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ഈ കുരിശിൽ തൂങ്ങപ്പെട്ട ഈ രൂപം പ്രതികരിച്ചില്ലയോ? ഇങ്ങനെ ഒരു കുരിശ് മരണം ദുഷ്ടന്മാരിൽ ഇത്രയും ക്രൂശിച്ചിട്ട് ഒരു പ്രതികരണം ഉണ്ടായില്ലേ? അപ്പോഴേ അച്ഛൻ സുവിശേഷം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ദൈവമായത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ദൈവം. കൂട്ടത്തിലൊരു വൃദ്ധൻ പറഞ്ഞു, അപ്പൊ പിന്നെ പ്രശ്നമില്ലടാ, ഈ ദൈവം കോപിക്കുകയല്ല. അപ്പൊ ഈ ദൈവത്തിനൊന്നും കൊടുത്തില്ലേലും ഒരു കുഴപ്പമില്ല, സാരമില്ല. അങ്ങനെ ദൈവം കോപിക്കത്തില്ല എങ്കിൽ പിന്നെ എന്തിനെ ഈ ദൈവത്തെ ആരാധിക്കണം? അങ്ങനെ കുറെ പേര് വിട്ടുപോയി. എന്നാൽ ഒരു കൊച്ചു സമൂഹം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തേ ഇങ്ങനെ ഒരു ദൈവമോ? ഇത്രയും അടിയേറ്റിട്ടും മിണ്ടാത്ത ഒരു ദൈവമോ? ഇത്രയും ക്രൂരത ദിനം കാട്ടിയിട്ടും പ്രതികരിക്കാത്തൊരു ദൈവമോ? അതൊരു വേറിട്ട കാഴ്ചയായിരുന്നു. എല്ലാ ദൈവങ്ങളെയും പോലെയല്ല. അവരൊരു 5-6 പേര് അവിടെ പിന്നെയും ഇരുന്നു. അങ്ങനെ അവിടെ ഒരു കൊച്ചു സഭ രൂപപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റും, കോപിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആരെങ്കിലും കരുതിയാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ഒത്തിരിയേറെ അകലെയാണ്. നാം ഈ ക്രിസ്തുവിനെ അറിയണം. ആരാണവൻ? ഈ ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ കോപിക്കുന്ന ഒരു ദൈവമാണ്. അതല്ല, പള്ളിയിൽ പോയാൽ അവൻ എനിക്ക് ജീവൻ തരുമെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ദിവസവും ഈ ജീവൻ വാങ്ങാൻ പോകുന്നില്ല? നാം എന്തുകൊണ്ട് മുടക്കം വരുത്തുന്നു? അപ്പൊ അതിന്റെ അർത്ഥം, ഉള്ളിൽ എവിടെയോ നമുക്കൊരു ചിന്തയുണ്ട്, ഈ ദൈവം പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് ചില അനർത്ഥങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. ആ വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസമല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപടി കൂടി ഉയർന്ന് ചിന്തിക്കാനുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ ക്ലാസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യവും നമ്മൾ പള്ളിയിൽ പോകുന്നതിന്റെ ലക്ഷ്യവും രണ്ടാകരുത്. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല.
നമ്മളുടെ കാലിലെ നീര് പോകണം, തലയിലെ നീര് പോകണം, ഇതല്ല നമ്മുടെ വിഷയം. തെങ്ങിന്റെ മണ്ടലി പോകണം, ജോലി കിട്ടണം, ഇതല്ല വിഷയം. ഈശോ വ്യക്തമായി പറഞ്ഞു, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധമായ ജീവൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, അത് സമൃദ്ധിയായിട്ടുണ്ടാകണം. അവനെയാണ് നമ്മള് ഈ ഇറ്റേണൽ ലൈഫ്, അത് നമുക്ക് കിട്ടാതെ നമ്മള് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതം ആഗ്രഹിക്കുന്നത് അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ജീവൻ ഉണ്ടാകണം, അത് സമൃദ്ധിയായിട്ടുണ്ടാകണം. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം തിരുവചനം, ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീകരിച്ചിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം തിരുവചനം, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ അറിയണം. യേശു ഏക രക്ഷകനാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധയോടെ ഇരുന്നെങ്കിലേ നമുക്ക് ഈ ബോധ്യം കിട്ടുകയുള്ളൂ. ഈ ബോധ്യം കിട്ടാതെ നമ്മൾ ഈ ഭൂമി വിട്ടു പോകാനാണ് നമ്മുടെ ഗതിയെങ്കിൽ നമുക്ക് വല്ലാത്ത നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇതുവരെ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റായ ധാരണകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് ഇപ്പോഴേ നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേത് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് യേശു ഏക രക്ഷകനാണ് തെളിവ്. ഒന്നാമത്തെ ഒരു തെളിവ് നമുക്കറിയാം, ഈശോയുടെ വരവതോടുകൂടി ചരിത്രത്തെ രണ്ടായിട്ട് ഭാഗിച്ചു. ഒന്ന് AD എന്നും 2 BC. കർത്താവിന്റെ കാലമെന്നും അന്നോ ഡോമിനി BC, ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് പിമ്പ് ചരിത്രത്തെ രണ്ടായിട്ട് മുറിച്ച ഒരു ജനനം വേറെയില്ല. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് അവൻ ദൈവമാണ്. ചിലർ പറയുന്നു ഒരു മനുഷ്യൻ ഇത്രയും നാളായിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. പലരും പലർക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, പല ആദർശങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, പല രാജ്യത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ബലിയായി സ്വയം അർപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ചിലർ പറയുന്നു യേശു ദൈവമാണ്, രക്ഷകനാണ്. മൂന്നാമത് ചില ആളുകൾ പറയുന്നു പല ആളുകളും മരിച്ചിട്ടുണ്ട്, പക്ഷെ മരിച്ചിട്ട് ഒരാൾ ഇതുവരെ ജീവനിലേക്ക് തിരിച്ചു വന്നിട്ടില്ല യേശു അല്ലാതെ. ഹല്ലേലൂയ. അവൻ ഉദ്ധാനം വെച്ചുകൊണ്ട് പറയുകയാണ് അവൻ ദൈവമാണ്, അവൻ രക്ഷകനാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഒരു കാര്യമുണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ജ്ഞാനത്തെ, അറിവിനെ, ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. എന്തുകൊണ്ടാണ് യേശു രക്ഷകനാണ്, ദൈവമാണെന്ന് പറയുക, അവനാണ് ഏക രക്ഷകൻ എന്ന് പറയുക? ശ്രദ്ധിക്കണം, യേശു ഭൂമിയിൽ അവതരിച്ചത് 332 പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ്. ഹല്ലേലൂയ. ലോകത്തിൽ മതങ്ങളിലും പ്രവിശ്യകളിലും ജനതകളുടെ ഇടയിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ആരണ്യകങ്ങളിലും ദൈവം ഈ ഭൂമിയിൽ ഏതൊക്കെ മതങ്ങളെ, ഏതൊക്കെ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തി അവിടെ ഇല്ല ഇങ്ങനെ ഒരു ദൈവപുത്രൻ അവതരിക്കും എന്ന് വളരെ വ്യക്തമായ പ്രവചനങ്ങൾ, ദർശനങ്ങൾ നൽകി അതിൻ പ്രകാരമാണ് തന്റെ ഏക മകനെ ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. 332 പ്രവചനങ്ങൾ അവനെ കുറിച്ചുണ്ടായിട്ടുണ്ട്. 332 പ്രവചനങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിന്
2000 വളരെ പെട്ടെന്ന് അതിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. 332 എണ്ണത്തിലൂടെ കടന്നു പോകാൻ പറ്റില്ല. എങ്കിലും കുറച്ച് മതങ്ങളെ, കുറച്ച് സംസ്കാരങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. യേശു ഏക രക്ഷകനാണെന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട മതങ്ങളും സംസ്കാരങ്ങളും. യേശുവിന് 2000 വർഷങ്ങൾക്ക് മുൻപ് സെറവസ്റ്റുൽ എന്ന് പറയുന്ന പേർഷ്യൻ മതത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹത്തിന്റെ ബൈബിളിൽ സെൻ അവസ്ഥ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: കന്യകയിൽ നിന്ന് ഒരുവൻ ജനിക്കും. ഈശോയ്ക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചു. അവന്റെ പേര് ബഷേദാർ എന്നാണ്. നീതിയുടെ രാജാവ് എന്നാണ് അവന്റെ പേര്. അവൻ ഭൂമിയെ നീതിയോടെ വിധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഈശോയെ കുറിച്ച് ഹൈന്ദവ മതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേദോപനിഷത്തുകളിൽ ഒരു പ്രജാപതി എന്ന ഒരാളുടെ ഒരു അവതാരമുണ്ടാകും. ഈ പ്രജാപതിയുടെ മാംസം ഭക്ഷിക്കുവാൻ തക്കവിധം അവനെ യാഗമരത്തിൽ ആണിയടിച്ച് തറയ്ക്കണം. അവന്റെ മാംസം ഭക്ഷിക്കുന്നത് പാപ പരിഹാരാർത്ഥമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഇസ്ലാം മതത്തിൽ CH അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഇസ്ലാം മത പണ്ഡിതൻ ഈ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം നടത്തിയപ്പോ ഇങ്ങനെ എഴുതി വെച്ചു: മുഹമ്മദ് നബിക്കോ അദ്ദേഹത്തിന്റെ ഉമ്മയായ ആമിന ബീവിക്കോ നൽകപ്പെടാത്ത സ്തുതികൾ ഈസാ നബിക്കും മറിയം ബീവിക്കും പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യനിൽ നിന്നുള്ള രൂപപ്പെടലാണ് മുഹമ്മദ് നബിയെങ്കിൽ ദൈവത്തിന്റെ പ്രാണനിൽ നിന്നും ആശയത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് ഈസാ നബി. ഹല്ലേലൂയ, സർവേദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും റോമൻ കവിയായ വെർജിൽ ഈശോയ്ക്ക് 50 വർഷത്തിന് മുമ്പ് എഴുതി വെച്ചു: കന്യകയിൽ നിന്നൊരു സുവർണ യുഗം ജനിക്കും. ചൈനയിലെ കൺഫ്യൂഷനിസം എന്ന് പറയുന്ന തത്വശാസ്ത്രം രൂപപ്പെടുത്തിയ കൺഫ്യൂഷ്യസ് ഇങ്ങനെ എഴുതി വെച്ചു: പടിഞ്ഞാറ് നിന്ന് ഒരു പരമസിദ്ധൻ പിറക്കും. റോമാക്കാരുടെ അടിമ കോളനിയിൽ നിന്ന് ഒരുവൻ വരും. അവൻ ലോകത്തിന് ദിശാബോധം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബുദ്ധിസത്തിന്റെ ഭഗവാൻ ശ്രീബുദ്ധനോട് ആ കാലത്തെ ആളുകൾ ചോദിച്ചു: അങ്ങാണോ അവസാനത്തെ ഗുരു, വിശ്വഗുരു, അതോ ഞങ്ങൾ ഇനിയും ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണം? ബുദ്ധൻ പറഞ്ഞു: എനിക്ക് ശേഷം ഇനിയും ഒരാളൂടെ വരാനുണ്ട്. അവൻ മൈത്രേയൻ എന്നറിയപ്പെടും. എന്ന് വെച്ചാൽ ഭൂമിയെ മിത്രമായി കരുതുന്നവൻ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നല്ല ചെയ്ത ഭൂമിയെ സ്നേഹിക്കാൻ വേണ്ടി ഒരുവൻ വരാനുണ്ട്. അവൻ വരുന്നത് 60 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ബുദ്ധൻ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈശോ വന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ശ്രീബുദ്ധനായിരിക്കും അവസാനത്തെ ഗുരു. ഇനി ഒരാൾ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാനും ലോകത്തെ രക്ഷിക്കാനും ഒരു ദേവൻ ഭഗവാൻ ഇനി വരാനില്ല എന്ന് അവര് കരുതി. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രീബുദ്ധന്റെ കാലത്ത് നടന്ന ഒരു സംഭവമായി ചേർത്ത് വെച്ചൊരു കഥ. അതിങ്ങനെയാണ്: ഒരു സ്ത്രീ, അവൾ ഏക മകൻ, വിധവയാണ്, ഏക മകൻ മരിച്ചപ്പോൾ ചെന്നിട്ട് ശ്രീബുദ്ധനോട് പറഞ്ഞു: ബുദ്ധ, എന്റെ മകൻ മരിച്ചുപോയി, രക്ഷപ്പെടുത്തണം. ബുദ്ധൻ പറഞ്ഞു: ഞാനോ മരിച്ചനെ ഉയർപ്പിക്കാനോ? നിനക്ക് പറ്റിയല്ല. ഈ സ്ത്രീ എന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. പറ്റും, നീ ഒഴിവാകുക. ഈ സ്ത്രീയുടെ നിർബന്ധം ഒരു അലട്ടലായപ്പോ ശ്രീബുദ്ധൻ പറഞ്ഞു: ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത്തിരി കടുക് പോയതിലും വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ആ വീട്ടിൽ ആരും മരിച്ചിട്ടുണ്ടാവരുത്. അവൾ ഓടി. അവിടെ ചെന്നപ്പോ അപ്പച്ചൻ മരിച്ചു. അടുത്ത വീട്ടിൽ ചെന്നപ്പോ അമ്മച്ചി മരിച്ചതാ. ഇങ്ങനെ മരണമില്ലാത്ത വീടുകളില്ല. ഒരു 10-20 വീട് കയറിയപ്പോ അവൾക്ക് മനസ്സിലായി ബുദ്ധൻ അവളെ ഒരു പാഠം പഠിപ്പിച്ചതാണ്: ജനിച്ചാൽ മരിക്കും. അവൾ തിരികെ വന്നിട്ട് ബുദ്ധനോട് പറഞ്ഞു: നീ എന്നെ ഒരു പാഠം പഠിപ്പിച്ചു, ജനിച്ചാൽ മരിക്കണം, ജനിച്ചാൽ മരിക്കണം. പക്ഷെ പിന്നീട് കഥ ഇങ്ങനെ എഴുതി വെക്കുകയാണ്: ഈ സ്ത്രീ തോറ്റു കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ല. അവൾ നടന്നെന്നാണ് പറയുക. ഈ ഏക മകനെ മഞ്ചലിൽ കിടത്തി 60 പതിറ്റാണ്ടുകൾ അവൾ നടന്നു. ഒടുവിൽ
എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഏകമകനെ അവൾ അടക്കാൻ കൊണ്ടുപോവുക. നയിം എന്നൊരു പട്ടണത്തിൽ അവളെത്തി. കൂടെ കുറെ ആൾക്കാരുമുണ്ട്. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഏകമകനെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ എതിരേതാ ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സുകാരൻ, 5-6 മുക്കുവരുമുണ്ട്. അവൻ വന്നു. അവളുടെ നീറുന്ന നെഞ്ച് കണ്ട്, കരയുന്ന കലങ്ങിയ കണ്ണ് കണ്ടിട്ട് ആ മഞ്ചലിൽ പിടിച്ചു. അവിടെ വെച്ച് അവൻ പുനരുത്ഥാനത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും പ്രസംഗിച്ചില്ല. മരണം എന്താണ്, ജീവൻ എന്താണ്, കടുക് വാങ്ങിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. മറിച്ച് ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, യുവാവേ എഴുന്നേറ്റ് പോ. അവന്റെ മുമ്പിലാണ് നമ്മൾ എന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജീവനും പുനരുത്ഥാനവും. ഈ വചനത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് സ്വീകരിക്കാനാണ് നമ്മൾ യേശു ആരാണെന്ന് അറിയണമെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോയുടെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയാനുള്ള കാരണം, യഹൂദ മതത്തിൽ ഈശോയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഒരു 3 ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ എടുത്ത് അതിനെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നമ്മുടെയൊക്കെ മക്കൾ, ന്യൂജൻ ജനറേഷൻ, പലരുടെ ഇടയിൽ പോയി ഈ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കഥയുണ്ടോ? എല്ലായിടത്തും അർത്ഥമുണ്ടല്ലോ, എല്ലായിടത്തും ആചാരങ്ങളുണ്ടല്ലോ, എല്ലായിടത്തും അർപ്പണങ്ങളുണ്ടല്ലോ, എവിടെ വിശ്വസിച്ചാൽ എന്താ, അവനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ അവളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഥയുണ്ടോ? ഇങ്ങനൊക്കെ ചിന്തിച്ച് നമ്മുടെ ചെറുതലമുറ പാടിപ്പോകുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു കഴിവുണ്ടാകണം, അറിവുണ്ടാകണം. തെറ്റ് തന്നെയാണ്, തെറ്റിനെ ന്യായീകരിക്കരുത്. വിജാതീയ ബലി അർപ്പിക്കുന്നത് പിശാചിനാണ്, വചനം പഠിപ്പിക്കുന്നു. വിജാതീയർ ബലി അർപ്പിക്കുന്നത് പിശാചിനാണ്. കൊരിന്ത്യർക്ക് 1 ലേഖനം 10-ാം അധ്യായം 20-ാം തിരുവചനം. അതുകൊണ്ട് തന്നെ ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്ന് നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകരുത്. അത് ദൈവത്തിന്റെ വചനമാണ്. ചില ആളുകൾ ഒരു പക്ഷം ഉണ്ടെങ്കിൽ പലരും അവിടെയും ഇവിടെയും കഴിക്കുന്ന അരവണയാകാം, ഇവിടെയും കഴിക്കുന്നതായ നേദ്യങ്ങളാകാം, പ്രസാദങ്ങളാകാം, കൊണ്ടുവന്ന് വീട്ടിൽ തരും. എങ്ങനെ അവരെ മനസ്സ് മടുപ്പിക്കും, എങ്ങനെ അവരുടെ പ്രീതി കെടുത്തിക്കളയും എന്നൊക്കെ കരുതി നമ്മളൊക്കെ അത് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, വചനത്തോട് യാതൊരു കോംപ്രമൈസും ഇല്ല. യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ വക കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഹല്ലേലൂയ. 2 വള്ളത്തിൽ കാല് ചവിട്ടി മനുഷ്യരുടെ പ്രീതി നേടിപ്പോകുന്നതല്ല ദൈവത്തിന്റെ ഹിതം. അപ്പോൾ ചോദിച്ചേക്കാം, ഭൂരിപക്ഷം അവരാണല്ലോ. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ ഭൂമിയിലാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷമൊന്നുമില്ല. നീ ദൈവത്തിൽ അവനയച്ച ഏകപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സ്വയം ഒരു ആത്മശോധന നടത്തുന്നുണ്ട്. ഞാനിപ്പോഴും മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിന്റെ പ്രീതിയാണോ? മനുഷ്യരുടെ പ്രീതിയാണോ, അതോ ഞാൻ ദൈവത്തിന്റെ ഇഷ്ടമാണോ അന്വേഷിക്കുക? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതിനകത്തൊന്നും വെള്ളം ചേർക്കാനോ കോംപ്രമൈസ് ഉണ്ടാക്കാനോ അല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഏക മകനെ നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിസ്സാരമായ കാര്യമല്ല. ഏക മകനെ നിനക്ക് വെളിപ്പെടുത്തി തന്നത് ഇതൊരു നിന്റെ ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന വലിയൊരു കണ്ടുമുട്ടലാണിത്. ഇത് നിസ്സാരമായ ഒരു ആശയത്തിന്റെ വിഷയമല്ല, ധാർമ്മികമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിഷയമല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിന്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് അത് കുറിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളെ പോലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ധാർമ്മികമായ ചില തെരഞ്ഞെടുപ്പുകളുടെ ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കേണ്ടതിന്റെ ഒരു ഇടമല്ല നിന്റെ ഈ ക്രിസ്തീയത എന്ന് പറയുക.
നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് നിന്റെ ചക്രവാളങ്ങളെ വലുതാക്കുന്ന ഒരു കണ്ടുമുട്ടലാണ്. ഒരു വ്യക്തിയുമായി, ചരിത്രത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയുടെ കുരിശുമരണമെന്ന ഒരു സംഭവമായുള്ള കണ്ടുമുട്ടല. ഇത് കണ്ടുമുട്ടാൻ ദൈവം നിനക്ക് ഇടപെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നീ ഗൗരവം കൊടുക്കണം. അർഹിക്കുന്ന ഗൗരവം. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ, അയൽക്കാരെ പ്രീതിപ്പെടുത്താൻ, കൂട്ടുകാരെ ബന്ധുക്കളെ പ്രീതിപ്പെടുത്താൻ നീ നിന്റെ വിശ്വാസത്തിന് വെള്ളം ചേർത്ത് നടന്നാൽ ദൈവത്തിന് വല്ലാതെ നോവുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അതിനൊരു അറുതി വരുത്തിയേ മതിയാവും. ഹല്ലേലൂയ. വലുതരമായിട്ട് പറയാം ഹല്ലേലൂയ. സ്വരമേറ്റ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യഹൂദ പാരമ്പര്യത്തിലെ കാര്യം കൂടെ നമ്മളത് കാണുകയാണ്. എന്താണ് യഹൂദ പാരമ്പര്യത്തിൽ ഈശോ എങ്ങനെ ജനിക്കണം എന്ന് വ്യക്തമായി യഹൂദ മഹർഷിയായ യെശയ്യാ തന്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. യെശയ്യാ 7-14 തിരുവചനം. അവൻ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. 600 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനം നടന്നതാണ്. യഹൂദർക്ക് വ്യക്തമായി ബോധ്യം കൊടുത്തു. അതിന്റെ ഗ്രീക്ക് പരിഭാഷയാണ് കന്യക. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇനിയും അവൻ എങ്ങനെയായിരിക്കണം തെരുവിലൂടെ നടക്കേണ്ടത്, ജെറൂസലേം ദേവാലയത്തിൽ എത്തേണ്ടത്? അവൻ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് വിനയാന്വിതനായി വരും. അതാണ് സക്കറിയായുടെ പുസ്തകത്തിൽ ആ പ്രവചനമുണ്ട്. വീണ്ടും അവന്റെ ജനന സമയത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ജെറമ്യായുടെ പുസ്തകത്തിൽ 600 വർഷങ്ങൾക്ക് മുൻപ് 31-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയാനിട വരുന്ന അനേക കടിഞ്ഞൂലുകളുടെ വധത്തെ കുറിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഈജിപ്തിലേക്ക് അവന്റെ യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ തിരികെ വിളിക്കും. ഹോശിയായുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം തിരുവചനം. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ ദാസനെ തിരികെ വിളിച്ചു. അപ്പൊ ഈ പലായനത്തെ കുറിച്ച്, ഈ വിലാപത്തിന് കാരണമായ ശിശുവധത്തെ കുറിച്ച്, ആ കാലഘട്ടത്തിൽ കന്യക ഗർഭം ധരിച്ചതിനെ കുറിച്ച്, അവൻ വിനയാന്വിതനായ കഴുതക്കുട്ടിയുടെ പുറത്തുകൂടി തെരുവിലൂടെ നടന്നതിനെ കുറിച്ച്, എന്തിനേറെ അവന്റെ ജനനത്തിന് 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട സങ്കീർത്തനത്തിൽ 22-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായി ദാവീദ് പ്രവചിച്ചു എങ്ങനെയായിരിക്കണം അവൻ മരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 22-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവന്റെ പരിത്യത്തിന്റെ വിലാപമാണത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തിന് നീ എന്നെ. ദാവീദിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ദാവീദ് പ്രവചിച്ചെഴുതി വെച്ചു ഒരു ദൈവപുത്രന്റെ മരണം. വീണ്ടും 7-ാമത്തെ വാക്യം. നോക്കുക, കുരിശിൽ കിടന്ന് പിടയുമ്പോൾ നോക്കി ജനതകൾ അവനെ പുച്ഛിക്കുകയാണ്. വീണ്ടും 14-ാം വാക്യം. എന്റെ ഹൃദയം മെഴുകുപോലെയായി. എന്റെ നാവ് എന്റെ നാവണ്ണ ഒരു തുള്ളി വെള്ളമില്ലാതെ വരേണ്ട അവസ്ഥ. ഇതൊന്നും ദാവീദിനുണ്ടായ അവസ്ഥകളല്ല. പ്രിയമുള്ളവരെ, ഒരു കുരിശു മരണത്തെ കുറിച്ച് 1000 വർഷങ്ങൾക്ക് മുൻപേ ദൈവം പ്രവചിച്ചു. എന്റെ മകൻ ഇങ്ങനെയായിരിക്കും മരിക്കാൻ പോവുക. യഹൂദർക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തു. വീണ്ടും 17-ാം വാക്യം. എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. നോക്കുക, എന്റെ വസ്ത്രം അവർ പകിട്ടെടുക്കുന്നു. കുരിശുമരണത്തിൽ സംഭവിക്കുന്ന സംഭവം അതുപോലെ അവിടെ എഴുതുക. 18-ാം വാക്യം.
ഒടുവില് ഇങ്ങനൊരു വാക്യം കൂടി പറയുന്നുണ്ട്, അവിടുന്ന് അവിടുത്തെ കൈകാലുകൾ കുത്തിത്തുളച്ചു എന്ന് ഒരു വാക്യം കൂടി പറയുന്നുണ്ട്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കുക, 16-ാമത്തെ തിരുവചനം. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു, അവർ എന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. ശ്രദ്ധിക്കണം, 1000 വർഷം, ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശു മരണം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഒരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലാറുണ്ട്, തല്ലിക്കൊല്ലാറുണ്ട്, വിദേശത്തേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടിച്ചു പോയി കളയാറുണ്ട്, കുരിശു മൂടാറുണ്ട്, ഹിംസ്ര ജന്തുക്കൾ ഇട്ടുകൊടുക്കാറുണ്ട്. പക്ഷേ കുരിശു മരണം എന്ന് പറയുന്നത് പേർഷ്യക്കാർക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സങ്കീർത്തനം എഴുതിയ 1000 വർഷങ്ങൾക്ക് മുൻപ് വളരെ വ്യക്തമായി ദൈവമായ കർത്താവ് തന്റെ മകൻ എങ്ങനെ മരിക്കണമെന്ന് എഴുതി വെച്ചു. അവന്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ദൈവം വ്യക്തമായി എഴുതിയ ഒരു തിരക്കഥയുടെ പിന്നിലാണ് തന്റെ ഏകമകനെ അയക്കുന്നത്. It is perfectly written script. ഈ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് തന്റെ മകനെ ഭൂമിയിലേക്ക് വിടുക. ഇങ്ങനെ ഒരാൾ ഇത്രയും കാലമായിട്ട് 332 പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനും ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ അവതരിച്ചിട്ടില്ല. And that's why we call him, he is son of God. അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയാനുള്ള കാര്യം അതാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ബൈബിൾ ദൈവത്തിന്റെ സത്യവേദ പുസ്തകം എന്ന് പറയാൻ കാര്യം? ദൈവത്തിന്റെ പാവപ്പെട്ട എന്നെ പോലുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ പ്രിയമുള്ളവരെ, ഇത്രയാണ് ബൈബിൾ എന്തുകൊണ്ടാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാം വായിക്കുന്ന ഈ പുസ്തകം എന്തുകൊണ്ടാണ് സത്യവേദ പുസ്തകം? അതിന്റെ പിന്നിലെ റീസൺ ഇതാണ്. ഒരേ ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണം. ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത് 900 വർഷങ്ങൾ കൊണ്ട് 700 ഗ്രന്ഥകാരന്മാർ ചേർന്ന് എഴുതിയ പുസ്തകമാണ് ഈ ബൈബിൾ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. ഇതിനെ സഭ ക്രോഡീകരിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്, 900 വർഷങ്ങൾ കൊണ്ട് 700 ഗ്രന്ഥകാരന്മാർ എഴുതിയ ഈ പുസ്തകത്തിന്റെ ഒരക്ഷരം പോലും മറ്റൊരു പുസ്തകത്തിലെ വേറൊരു അക്ഷരത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നതല്ല. മറിച്ച് ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി, പരസ്പര പൂരകങ്ങളാണ്. ഒന്നൊന്നിനെ ഖണ്ഡിക്കുവാനുള്ളതല്ല ഈ വാക്കുകൾ. നമുക്കറിയാം, ഒരു മേശയ്ക്ക് ചുറ്റും ഒരു 10 എഴുത്തുകാരെ നമ്മൾ വട്ടത്തിൽ ഇരുത്തിയിട്ട് ഒരു വിഷയം കൊടുത്തിട്ട് ഒരു പേജിൽ എഴുതി തരാൻ പറഞ്ഞാൽ 10 പേരും ഒരേ വിഷയത്തെ കുറിച്ച് 10 എഴുതി വെക്കും. ഹല്ലേലൂയ. എന്നാൽ 900 വർഷങ്ങൾ കൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ 700 ഗ്രന്ഥകാരന്മാർ പല കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തെ കുറിച്ചാണ്, അദൃശ്യനായ ഈശോയുടെ വരവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അവൻ നിഴലായി ഈ പുസ്തകത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ എഴുതാൻ ഭൂമിയിലെ ഒരു മനുഷ്യന് പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഓർഡർ, ഇതിന്റെ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ് എന്ന് നാം പറയുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചാലല്ലാതെ ഒരു പുസ്തകത്തിലും ഈ ഒരു പരസ്പര പൂരകത്വം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇത് സത്യവേദ പുസ്തകം എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉദാഹരണം പറഞ്ഞാൽ 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഒരു പ്രോട്ടോ എവൻഗേലിയമുണ്ട്. സാത്താനോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഏതാണ് ആ സ്ത്രീ? ആ സ്ത്രീയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 900 വർഷങ്ങൾക്ക് ശേഷം എഴുതിയ വെളിപാട് പുസ്തകം എടുത്താൽ അതിനകത്ത് 12-ാം അധ്യായം 17-ാം തിരുവചനത്തിലുള്ള ആ സ്ത്രീയെ കുറിച്ച്, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീയെ കുറിച്ച്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം എഴുതിയത് ഏത് കാലഘട്ടത്തിൽ? വെളിപാട് എഴുതിയത് ഏത് കാലഘട്ടത്തിൽ? പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതപ്പെട്ട ആ സ്ത്രീ
900 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഈ സ്ത്രീയാണ്. ഇങ്ങനെ എഴുതാൻ ലോകത്തിലെ ഒരു മനുഷ്യനും പറ്റില്ല, മറിച്ച് ഹോളി സ്പിരിറ്റ് പകലിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് മാത്രമേ എഴുതാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണെന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 9-ാം തിരുവചനം ദൈവം വെല്ലുവിളിക്കുകയാണ്. യെശയ്യ 43 9-ാം തിരുവചനം. സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ, അവരിൽ ഇങ്ങനെ ആർക്ക് പ്രസ്താവിക്കാൻ പറ്റും? അവർ തങ്ങളെ ന്യായീകരിക്കാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ, അവർ ഇത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ. അതായത് കർത്താവ് ചോദിക്കുകയാണ്, ഇങ്ങനൊരു പുസ്തകം ആർക്കുണ്ട്? ഇങ്ങനെ ജനതകൾ ഒന്നിച്ചു കൂടട്ടെ, രാജ്യങ്ങൾ ഒരുമിച്ച് കൂടട്ടെ, അവരിൽ ആർക്ക് ഇങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ പറ്റും? കാരണം വചനം ചോദിക്കുന്നത് ഇത് പ്രഖ്യാപിക്കാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ദൈവമായ കർത്താവ് പറയുകയാണ് വളരെ വ്യക്തമായി 332 പ്രവചനങ്ങൾക്കൊടുവിലാണ് ഞാൻ എന്റെ മകനെ അയക്കുക. വീണ്ടും 44-ാം അധ്യായം 7-ാം തിരുവചനം. എനിക്ക് സമനായ ആരുണ്ട്? അവൻ അത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചത് ആരാണ്? ഇനി എന്ത് സംഭവിക്കുമെന്നും അറിയിക്കുന്നത് ആരാണ്? ദൈവത്തിനു ചോദിക്കുക. നമ്മളെ വെല്ലുവിളിക്കുക, ലോക ജനതയെ വെല്ലുവിളിക്കുക, എല്ലാ മതങ്ങളെ വെല്ലുവിളിക്കേണ്ട ദൈവം ഈ പുസ്തകത്തിൽ വ്യക്തമായി മുൻകൂട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ പ്രകാരമാണ് ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് എല്ലാ പുസ്തകങ്ങളിലും ഈശോയുടെ ഈ നിഴലുണ്ട്. ഇതാണ് യഹൂദർക്ക് കൊടുത്തത്. പക്ഷെ യഹൂദർ ഇതിനെ വിശ്വസിച്ചില്ല. ഇന്നും നടക്കുന്ന കാര്യം ഇതാണ്. പലരുടെയും നിർബന്ധങ്ങൾ കൊണ്ട്, പലരുടെയും സ്വാധീനങ്ങൾ കൊണ്ട് യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് നമുക്കത് പറയാനൊരു മടി. നമ്മളത് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇത് പറഞ്ഞത് കൊണ്ടാണ് പത്രോസിനെ തലകീഴായി കുരിശിച്ചത്. ഇത് പറഞ്ഞത് കൊണ്ടാണ് പൗലോസിന്റെ തല വെട്ടിയത്. ഇത് പറഞ്ഞത് കൊണ്ടാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ജീപ്പിലിടിച്ചു കത്തിച്ചത്. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞത് കൊണ്ടാണ് സഭയുണ്ടായത്. ഹല്ലേലൂയ. ഇത് പറയാതിരിക്കുന്നത് കൊണ്ടാണ് സഭയ്ക്ക് ക്ഷീണം സംഭവിക്കുക. ഹല്ലേലൂയ. കേരളത്തിൽ ക്രിസ്ത്യാനികൾ സഭ വളരണമെങ്കിൽ ഞാൻ പറയും, ഞങ്ങളെ 10-50 അച്ഛന്മാരെ കത്തിക്കണം, 10-100 കന്യാസ്ത്രീകളെ തീ വെച്ച് കൊല്ലണം, ഒരു 10,000 അൽമാരെ എറിഞ്ഞും തല്ലി കൊല്ലണം. എങ്കിൽ സഭ വളരും. ഹല്ലേലൂയ. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ഏറുകൊള്ളാനും തല്ലുകൊള്ളാനും തയ്യാറായാൽ, യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് പ്രഘോഷിക്കാൻ തയ്യാറായാൽ സഭയ്ക്ക് വളർച്ച ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹല്ലേലൂയ പറഞ്ഞിട്ട് വീട്ടിൽ പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സഭ വളർന്നത് രക്തസാക്ഷിയുടെ വളക്കൂറുള്ള മണ്ണിലാണ്. വില കൊടുത്തവർക്കുള്ളതാണ് ഈ സഭ. വില കൊടുക്കുന്നവർക്കുള്ളതാണ്. യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ളവർക്കാണ് വിശ്വാസം. ഹല്ലേലൂയ. ഇത് ഭീരുക്കളുടെ മതമല്ല. നമ്മളെല്ലാം ചേർന്ന് ഇതിനെ ഭീരുക്കളുടെ, ഭയപ്പെടുന്നവരുടെ, എന്തിനേറെ ഒരു ചെറു പനി പോലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരുടെ മതമായത് മാറി. എന്തിനേറെ ഒരു ചെറിയ അസ്വസ്ഥത പോലും ഡോക്ടറെ കാണാതിരിക്കാൻ വേണ്ടി യോഗം കൂടുന്നവരുടെയും പള്ളിപ്പെരുന്നാൾ നടത്തുന്നവരുടെയും ഒരു സമൂഹമായത് മാറി. ഇതാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശോചനീയാവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നത് നിന്റെ ചക്രവാളങ്ങൾ വിശാലമാകുന്ന ഒരു കണ്ടുമുട്ടലാണ്.
നസ്രത്തിലെ 33 വയസ്സുള്ള ഒരു താടിക്കാരനെ കണ്ടുമുട്ടാനുള്ള അവൻ ചങ്കൂറ്റത്തോടെ കുരിശിലേക്ക് നടന്നു പോയതിനെ പിൻചെല്ലാനുള്ള ഒരു വിളിയാണ് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മലാക്കിയുടെ പുസ്തകം 4:2 എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു നാമത്തിന്റെ അഭിഷേകം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ചക്രവാളങ്ങൾ വലുതാകും. ഇല്ല എങ്കിൽ നമ്മൾ ഒരു കൂരയ്ക്കകത്തൊതുങ്ങുന്ന വിശ്വാസം. ആരെങ്കിലും ഇതിനെ തോണ്ടാൻ വന്നാൽ നമ്മൾ പറയേ എനിക്ക് ഞാൻ ആ ആളെ അല്ല, ഞാൻ ആ ടൈപ്പേ അല്ല, ഞാൻ പള്ളിയിലേ പോകുന്നില്ല, പിന്നെ എന്തിനാ എന്നെ കിട്ട് ഈ ദ്രോഹം. നമ്മുടെ വിശ്വാസത്തെ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ നമുക്ക് പറ്റും. അതിനല്ല പ്രിയമുള്ളവരെ ഈശോ നമ്മളെ വിളിക്കുന്നത്. നമുക്കൊരു എഴുന്നേറ്റ് എന്ന ഒരു പാട്ട് പാടിയതിനു ശേഷം ഒരു പ്രത്യേകമായ ഒരു ബോധ്യകൂടെ നമുക്ക് ഉൾക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം, അതിന്റെ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഇരിക്കാം. ഞാൻ ഈ സുവിശേഷം ഇത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെതായ ഒരു ക്ഷീണവും മടിയും ഒക്കെ നമുക്ക് തോന്നാം. എങ്കിലും നമ്മളിത് മനസ്സിലാക്കി പോയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു ഉണർവുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്തു ഏക രക്ഷകൻ എന്ന ചരിത്രപരമായ അറിവ് നമുക്കുണ്ടാകുകയും ഈ അറിഞ്ഞ ഈശോയോട് ചങ്കുകൊണ്ട് ചേർന്നിരിക്കുകയും ചെയ്യണം. ഞാൻ ഈ രണ്ടാമത്തെ സെഷനിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, ചില അനുഭവങ്ങളാണ്. ഈശോയെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു പള്ളി ക്രിസ്ത്യാനിക്ക് ഉചിതമായിട്ട് ചങ്കിൽ അവരെ കൊണ്ടു നടക്കുന്ന ചില ആളുകളുടെ അനുഭവം. അത് പറയുമ്പോൾ ഒരു പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ കൊതി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ ദാഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ദാഹം ഉണ്ടാകണം, ഈശോയെ സ്നേഹിക്കാനുള്ള ദാഹം. എൻ്റെ ഒരു കൂട്ടുകാരനൊരു ശുശ്രൂഷകന് ഗൾഫിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വൈകുന്നേരമാണ് ശുശ്രൂഷ. അപ്പം പകൽ സമയത്ത് അവിടുത്തെ 3-4 പേര് ഇദ്ദേഹത്തെ മരുഭൂമി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ മരുഭൂമി കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവര് കുറെ ഇങ്ങനെ അദ്ദേഹം വലിയ ആവേശം, രാവിലെയാണ് ചെന്നത്, അവിടെ വലിയൊരു ആവേശത്തിൽ ഇങ്ങനെ ഇറങ്ങി നടന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും എല്ലാം മരുഭൂമിയാണ്. ഏതാ എങ്ങോട്ടാണെന്ന് ഒരു പിടുത്തമില്ല. അപ്പോഴത്തേനെ ഒരു 11-11:30 ആയി ഇവര്. അപ്പൊ അവര് വിചാരിച്ചത് തിരിച്ചു നടക്കാവുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്നാ ഇച്ചിരി വെള്ളം തന്നാലോ. വെള്ളമൊക്കെ കറയിലിരിക്കില്ല, ഇനി ഏകദേശം 1/4 മണിക്കൂർ നടന്നാലേ വെള്ളം കുടിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോ, എനിക്ക് ദാഹമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞിട്ട് കഥയില്ല, ഒരു 3/4 മണിക്കൂർ നടക്കണം. അവിടെ ശീലിച്ചവർക്ക് ഒരു വിഷമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാതെ കുറച്ചാളൊക്കെ നിൽക്കാനൊക്കെ ഉള്ള ഒരു പരിശീലനം കിട്ടി. പക്ഷേ 24 മണിക്കൂറും വെള്ളത്തിനകത്ത് തൊടിക്കകത്ത് കഴിയുന്ന കേരളത്തിൽ നിന്ന് പോയ ഒരു ചേട്ടായിക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വെള്ളം. പറഞ്ഞു, എന്ത് ചെയ്യാനാ ബ്രദറെ ചുരുടുന്ന, എനിക്ക് വെള്ളം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ദൈവത്തിന്റെ സ്വരമൊക്കെ മാറി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം, ദാഹിക്കുന്നു, കരയാൻ തുടങ്ങി. അവസാനം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ പിന്നെ എന്ത് പറയുന്നത്, ഡീഹൈഡ്രേഷൻ, അന്തരീക്ഷത്തിലെ ചൂട് മുഴുവൻ ശരീരത്തിൽ നിന്ന് വെള്ളം, ജലാംശം മുഴുവൻ വലിച്ചെടുത്തോണ്ടിരിക്കും. മനുഷ്യൻ ഉണങ്ങി വരണ്ട് വെള്ളം വെള്ളം ഇതിങ്ങനെ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ സംഭവം. ഉടനെ മയങ്ങി വീണു. ആളുകൾ അദ്ദേഹത്തിന്റെ പൊതിഞ്ഞിങ്ങനെ നിന്നു. ഇവിടുന്ന് ആളുകൾ ഓടി ചെന്നിട്ട് കാറിൽ നിർത്താം ഈ വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് മുഖത്തൊക്കെ തളിച്ച് ഒരു കണക്കിന് രക്ഷപ്പെടുത്തിക്കൊണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ്, യഥാർത്ഥത്തിൽ 42-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വാഞ്ചിക്കണം, ദാഹിക്കണം.
ഈ ദാഹത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പഴീ ദാഹത്തിന്റെ തീഷ്ണത മനസ്സിലാക്കിയപ്പോഴാണ് വെള്ളം കിട്ടാതെ വരും. പ്രിയമുള്ളവരെ, ഇപ്പോഴേ എല്ലാ പള്ളികളിലും കർത്താവ് ഉള്ളത് കൊണ്ട് ഈ കർത്താവിന്റെ ബലം നമ്മൾക്ക് അറിയിച്ചില്ല. എവിടെ പോയാലും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ശുശ്രൂഷകളും ഉണ്ട്. ഇത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. അന്ന് നമ്മൾ ഇതിനുവേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കാതെ ഇപ്പോഴേ ദാഹിച്ച് ശീലിക്കണം. യഥാർത്ഥത്തിൽ ഈശോ അനുഭവം എന്ന് പറയുന്നത് ഈ ദൈവത്തിന് വേണ്ടിയുള്ള സ്നേഹാനുഭവം. ഈ ദൈവത്തെ സ്നേഹിക്കാനുള്ള കൊതിയാണ്. കുറെ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും തീർത്തു പോവുക എന്നുള്ളത്. ഈ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ ദൈവത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വരും. ഞാൻ ജോസഫച്ചനെ ഇരുത്തിക്കൊണ്ട് പറയല്ലേ, ജോസഫച്ചന്റെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെച്ച് ഞാൻ ഓർക്കുക. ഈശോയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാര്യം ശുശ്രൂഷകളൊക്കെ ചെയ്തു വന്നപ്പോൾ അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില, ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഇത്രയൊക്കെ സഹിക്കേണ്ടി വരുമോ എന്ന് ആളുകളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഒരുപക്ഷെന്നുണ്ടെങ്കിൽ പൈശാചികമായിട്ടുള്ള ബന്ധനം കൃപകളോടുകൂടി കെട്ടുകളൊക്കെ അഴിച്ചു കഴിയുമ്പോൾ സ്വന്തം ജീവിതം അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ. മക്കളെ, വില കൊടുത്താലേ അഭിഷേകം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരനെ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒരു ക്ലിനിക്കില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയെ കുറിച്ചൊക്കെ അറിഞ്ഞ്, അതൊരു ഹൈന്ദവനായിരുന്നു, മംഗളാനന്ദൻ എന്നാണ് ഡോക്ടറിന്റെ പേര്. അദ്ദേഹം ഈശോയെ കുറിച്ച് അറിഞ്ഞ ഒരു വർഷമൊക്കെയായി, ഈശോയെ കുറിച്ച് സ്നേഹമൊക്കെയായി ചെറിയൊരു ബൈബിൾ, ഇതുപോലെ ചെറിയ ബൈബിളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വായിച്ച് ഈശോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തോ ഈശോയോട് വല്ലാത്ത സ്നേഹം. പള്ളി പോകാത്ത, മാമോദീസ മുങ്ങാത്ത ഒരു ചെറുപ്പക്കാരൻ, പക്ഷെ ഈശോയോട് വലിയ സ്നേഹം. അങ്ങനായി ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു ഈശോയെ കൂടുതൽ കൃപയോട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ മാമോദീസക്ക് മുങ്ങണം. അങ്ങനെ അദ്ദേഹം ക്രിസ്ത്യാനിയായി. അന്ന് മുതൽ അദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കിയ അച്ഛൻ അദ്ദേഹത്തിന് ഒരു വലിയ ബൈബിൾ കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ പുതിയ നിയമം പഴയ നിയമമൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കയ്യിലൊരു ജപമാല, ഈ ബൈബിളൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആഗ്രഹം വിശുദ്ധനാകണം, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളണം. ഈ കാലഘട്ടത്തില് പാപത്തിന് അടിപ്പെട്ടു പോകുന്ന പല തലമുറ ചെറുപ്പക്കാരുടെ ഇയാൾ വേറിട്ട് നടക്കാൻ തുടങ്ങി. അപ്പൊ ആളുകള് അദ്ദേഹത്തെ പുണ്യാള എന്ന് വിളിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അതെല്ലാം അദ്ദേഹം സഹിച്ചു. അതിലിരിക്കും അദ്ദേഹം പറയണം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണം ഉണ്ടായി. ഒരു ക്ലിനിക്കിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 9 മണിക്ക് ആ ക്ലിനിക്കിലെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു പെൺകുട്ടി ഭക്ഷണം കൊണ്ടുവന്ന അയാളെ പാപത്തിന് പ്രേരിപ്പിച്ചു. ഈ പുസ്തകത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ആ വാതിൽ കൊട്ടി അടച്ചിട്ട് ആ ചെറുപ്പക്കാരൻ ഡോക്ടർ പറഞ്ഞു, ഈ പുസ്തകം എന്നെ അനുവദിക്കുന്നില്ല, പോകുന്നു. ആ പെണ്ണ് താനൊരു പുരുഷനാണോടോ എന്ന് പറഞ്ഞ് ചവിട്ടി തുള്ളിക്കടന്നുപോയി. അന്ന് രാത്രി വല്ലാത്ത സംഘർഷത്തിലായിരുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ. എന്നാൽ ഒടുവിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കാൻ പതിവ് പോലെ ഇരുന്നിട്ട് പുസ്തകം തുറന്നു വെച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് ആകാമാകുന്ന ഒരു സുഖം ഞാൻ വേണ്ടാന്ന് വെച്ചത്? നീ യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാണോ? ആണെങ്കിൽ എനിക്കിപ്പൊന്ന് കാണിച്ചു തരണം. നീ ഒരു സത്യമാണെങ്കിൽ കണ്ണിന്റെ മുമ്പിൽ തെളിയണമത്. പ്രിയമുള്ളവരെ, അവന്റെ നിർബന്ധത്തിന്റെ മുമ്പിൽ ഒരു ദൈവം ബലഹീനനായി. ആ മുറിയിൽ ഒരു നീല വെളിച്ചം, ആ വെളിച്ചത്തെ കീറി മുറിച്ചുകൊണ്ട് നസ്രായന്റെ മുഴിഞ്ഞ മുഖം, മുടിയുള്ള മുഖം തെളിഞ്ഞു. അയാൾ പറഞ്ഞു, മതി, എനിക്ക് ഇനി ഞാൻ ജീവിച്ചോളാം. ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് റേഡിയോളജി വിഭാഗത്തിന്റെ മേധാവിയായിരിക്കുന്ന ഡോക്ടർ മംഗളാനന്ദൻ 100 കണക്കിന് യുവജനങ്ങൾക്ക് ദർശനവരം നൽകുന്ന, അനേകരെ ഈശോയിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരുന്ന യുവജനങ്ങളെ, പാളിപ്പോകുന്ന യുവജനങ്ങളെ കൗൺസിലിങ്ങിലൂടെ കൃപ കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. ആ മനുഷ്യൻ വില കൊടുത്തപ്പോ ദൈവം ബലഹീനനായി. ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് ഈ ചക്രവാളങ്ങൾ വലുതാകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, സർവ്വതി ഹല്ലേലൂയ. എനിക്കറിയാവുന്ന വേറൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം സുവിശേഷത്തിലാണ്. അദ്ദേഹത്തെ ആളുകൾ കളിയാക്കി MBBS ആലപ്പുഴയിൽ നല്ല റാങ്കോടുകൂടി പാസ്സായ ഡോക്ടർ ജോൺ. നിങ്ങളുടെ പക്ഷേ ശാലോം ചാനലിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. 14 വർഷം
എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചകളിലും മുടങ്ങാതെ വീടിന്റെ ജനാല എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു പിടി സാമൂഹ്യ വിരുദ്ധരുടെ ഇടയിൽ ഒരക്ഷരമൊഴിയാടാതെ പ്രതികരിക്കാതെ ക്രൈസ്തലോട് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ഡോക്ടർ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു മകളുണ്ട്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ചില്ല് പൊട്ടി വീഴുന്നത് കണ്ടിട്ട് ഞെട്ടിപ്പറച്ച അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, എന്തിനാ പപ്പ? ഒരു ദിവസം ഭാര്യയുമൊത്ത് ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വൈകിട്ട് 7:45 ഇതിലൊരാൾ, ഈ സുവിശേഷത്തിന് എതിര് നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് പറഞ്ഞു, നിർത്തിക്കൊള്ളണം ഇത്. തുപ്പൽ കർച്ചീഫ് കൊണ്ട് തുടച്ചിട്ട് പ്രൈസിലോട് പറഞ്ഞ് തിരികെ വന്നപ്പോ ഭാര്യ കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന, എല്ലാവർക്കും സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങേക്കിത് സംഭവിച്ചല്ലോ. പ്രിയമുള്ളവരെ, 14 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇന്ന് അദ്ദേഹം ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. ഏക മകൾ ഭയന്ന് വിറച്ച് ഈ അപ്പനെ കെട്ടിപ്പിടിച്ച് എന്തിനപ്പാ ഇത് എന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് കർത്താവ് കൊടുത്ത കൃപയാണ് ദർശനവരത്തിന്റെ കൃപ. അപ്പൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ മെസ്സേജ് എടുക്കുന്നത് ഈ മകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോളേജിലെ ഏറ്റവും സുന്ദരരായ 4 ചെറുപ്പക്കാർ കൂടെ പഠിക്കുന്നവർ അവളോട് പ്രേമാഭ്യർത്ഥന നടത്തി. സുന്ദരിയായ ഡോക്ടറിന് പഠിക്കാൻ താല്പര്യമുള്ള, മെഡിസിൻ പഠിക്കാൻ താല്പര്യമുള്ള ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ 4 പേര് വന്ന് അവൾ പറഞ്ഞു, പപ്പ 3 പേര് പറഞ്ഞപ്പോ ഞാൻ നോ പറയാൻ എനിക്ക് പറ്റും. പക്ഷെ 4ാമത്തെ കോളേജിലെ ഏറ്റവും സുന്ദരനായ, പഠിക്കുന്ന, സൽസ്വഭാവിയായ ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയപ്പോ നോ പറയാൻ എനിക്ക് വല്ലാതെ പാട് തോന്നി. പക്ഷേ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ പെട്ടെന്ന് പ്രവർത്തിച്ചു. എന്റെ കണ്ണിൻ മുമ്പില് ക്രൂശിത രൂപം പിടയുന്നത് തെളിഞ്ഞു. ഞാൻ പറഞ്ഞു നോ. ആ ഒരാഴ്ച വല്ലാത്ത സംഘർഷത്തിലായിരുന്നു. അവൾ ഭൂമിയായിട്ട് നടന്നു. പക്ഷേ അവൾ അതിനെ അതിജീവിച്ചു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ആദ്യമായി അവൾക്ക് ദർശനവരം കർത്താവ് കണ്ണിന്റെ മുമ്പിൽ കൊടുത്തു. ഹല്ലേലൂയ. നീ വില കൊടുത്താൽ ദൈവം ബലഹീനനാകും. വില കൊടുക്കുന്നവർക്കുള്ളതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ജീവിക്കാൻ പ്രിയ മക്കളെ വില കൊടുക്കണം. ഒരു ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പൊരുൾ എന്ന് പറയുക. വേറൊരു ഡോക്ടറിന്റെ സംഭവം അദ്ദേഹം തന്നെ പങ്കുവെച്ചത്. ഈ ഡോക്ടറും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ക്രിസ്തു വിശ്വാസത്തില്, ഈശോ സ്നേഹത്തില് വെറും ഒരു ക്രിസ്ത്യാനിയല്ല, ഈശോയെ കൊണ്ടു നടക്കുന്ന ജീവിതമുള്ള ഒരു ഡോക്ടറും ചെറുപ്പക്കാർ. ഈ 2 ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് അവരുടെ മേധാവിയായിരിക്കും, HOD ആയിരിക്കും ഡോക്ടർ പറഞ്ഞു, വാർഡിൽ ഒരു രോഗി കിടപ്പുണ്ട്. ആരും ആക്സിഡന്റ് കൊണ്ടുവന്നിട്ട് ഒരു വൃദ്ധനാണ്, ഭിക്ഷക്കാരനാണ്, അദ്ദേഹത്തിന്റെ കേസ് എഴുതിക്കൊണ്ടുവരണം. കേസ് ഹിസ്റ്ററി എഴുതാൻ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ച, ഈ വൃദ്ധൻ മലമൂത്ര വിസർജനം നടത്തി വല്ലാത്ത വൃത്തികെട്ട ഒരു അന്തരീക്ഷത്തിൽ അടുത്ത് കിടക്കുന്ന രോഗികൾ പോലും കട്ടിൽ കുറെ കൂടി അകറ്റി മാറ്റിയിട്ട് ഈ മനുഷ്യനെ ഒറ്റപ്പെടുത്തി ഞരങ്ങുകയും മൂടുകയും ചെയ്ത് വേദനയോടെ കിടക്കുന്ന ഒരു രോഗി. ഡോക്ടർ കണ്ടപ്പം ഈ ഒരവസ്ഥ കണ്ടിട്ട് ഈ ഡോക്ടർ മുന്നോട്ട് ചെന്ന് ഇതിനെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടെ ഉണ്ടാകുന്ന ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് അത്? നേഴ്സിംഗ് സ്റ്റേഷനിൽ പറയാം, നേഴ്സുമാരത് ചെയ്തോളൂ. ആ ഡോക്ടർ പറഞ്ഞു, ആ കിടക്കുന്നത് ഈശോ ആണ് ഡോക്ടർ, ആ കിടക്കുന്നത് ഈശോ ആണ് ഡോക്ടർ. പ്രിയമുള്ളവരെ, ഈ ഡോക്ടർ നേഴ്സിംഗ് സ്റ്റേഷനിൽ ചെന്ന് ഗ്ലൗ വാങ്ങിച്ച് കോട്ടൺ എടുത്തുകൊണ്ട് കുറെ കെട്ടുകളും ഒക്കെ ആയിട്ട് വന്ന് ഈ മനുഷ്യനെ ആപാതെ ചൂട് വൃത്തിയാക്കി. എല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യന്റെ കേസും എഴുതി. ഇങ്ങനെ എല്ലാം തീർത്തതിന് ശേഷം കൈയൊക്കെ കഴുകി
KCSP ഒക്കെ പൂർത്തിയാക്കി ഈ മനുഷ്യൻ ഈ വാർഡിലൂടെ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ പറയുകയാണ്, കാണുന്ന കാഴ്ച ആ വാർഡിലെ 150ഓളം വരുന്ന രോഗികളും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും എഴുന്നേറ്റ് നിന്ന് കൈ തൊഴുത് ശിരസ് വണങ്ങി നിൽക്കുന്നു. ഒരു ജേതാവിനെ പോലെ മനുഷ്യൻ ആ വാർഡിലൂടെ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തു എന്ന് പറയുന്നത് നീ കൂടെ കൊണ്ട് നടക്കേണ്ട കരുണയാണ്, സ്നേഹമാണ്. നീ അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുമ്പോ ഒരു ദൈവം കൂടെ നടക്കും. നീ അവന് വേണ്ടി വില കൊടുക്കുമെന്ന് അവന് ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ അവൻ കൂടെ നിന്ന് നിന്റെ ജീവിതത്തെ മഹത്വപൂർണ്ണമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ ഈ ജീവിതത്തില് യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന സുവിശേഷം എല്ലാവർക്കും വേണ്ടി അല്ലെന്ന് എനിക്കറിയാം, ഈശോയ്ക്കും അറിയാം. പക്ഷെ ഈശോ ഇവിടെ നിന്ന് ഇതിനകത്തൊരു 5-6 പേരെ നോക്കുന്നുണ്ട്. ആ 5-6 പേരുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. ബാക്കിയുള്ളവരൊക്കെ പ്രസംഗം കേട്ടിട്ട് പൊടിയും തട്ടി പോകും. പക്ഷെ ഈ 5-6 പേരെ അവൻ നോട്ടം ഇട്ടിട്ടുണ്ട്. അവരുടെ മുഖം എപ്പോഴും ഈശോയുടെ കണ്ണിലുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവര് ഈശോയുടെ കൈകളിൽ നിന്ന് കണ്ണെടുത്ത് മുഖത്തേക്ക് നോക്കാൻ ശീലിച്ചവരാ. ഈശോയുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല അവർ നോക്കുന്നത്, ഈശോയുടെ മുഖം പാടുന്നുണ്ടോ എന്ന് നോക്കാൻ ശീലിക്കുന്നവര്. അവർക്കൊന്നും കൊടുത്തില്ലേലും വലിയ കുഴപ്പമില്ല. അവര് ഈശോയുടെ മുഖത്ത് തെല്ല് വാട്ടം സംഭവിച്ച വല്ലാതെ ഉലയുന്നവരാ. ഈശോയുടെ മുഖമെന്ന് പാടിയ സങ്കടപ്പെടുന്നവര് 5-6 പേര് ഇതിനകത്തിരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് കർത്താവ് ഈശോയുടെ സ്വന്തമാകാനുള്ള ബുദ്ധിയാണ് ഈ ക്രിസ്ത്യാനി. അവൻ ഏക രക്ഷകനാണെന്ന് പറയുന്നത് ചങ്ക് കൊണ്ടായിരിക്കണം. അവൻ ഏക രക്ഷകനാണെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടായിരിക്കണം, ജീവിതം കൊണ്ടായിരിക്കണം. അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്. കാരണം അവന് ഒത്തിരിയേറെ അനുയായികളുണ്ട്, പക്ഷെ അവന് ശിഷ്യന്മാരെയാണ് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിന്ന് ഈശോയുടെ മുമ്പില് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ അഭിഷേകത്തോട് നിൽക്കുന്ന വേറൊരു മനുഷ്യൻ, ഒരു ദരിദ്രനായ ഭിക്ഷക്കാരനെ കുറിച്ച് ഞാൻ എഴുതുന്നുണ്ട്. ഈ മനുഷ്യനെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ മനുഷ്യന് ഈശോയെ തോന്നുന്ന വലിയ സ്നേഹം. പക്ഷെ പരാതികളും പരിഭവങ്ങളും പട്ടിണിയും ദാരിദ്ര്യമൊന്നും ആരോടും പറയില്ല. ആരെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും, അതുകൊണ്ട് എവിടെയും പോയിരുന്ന് കഴിക്കും. ആരെങ്കിലും ഇത്തിരി പൈസ കൊടുത്താൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും, എന്തെങ്കിലും കടത്തിണ്ണയും നടക്കും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മനുഷ്യന് ആരും ഒന്നും കൊടുത്തില്ല. പ്രിയ അപ്പാപ്പന് നടന്നു പോകുമ്പോൾ ഒരു റെസ്റ്റോറന്റിന്റെ വീപ്പയ്ക്കരികില് ഒരു പൊതി കിടക്കുന്നത് കണ്ടു. ആരോ കളഞ്ഞിട്ട് പോയ പാതിച്ചോറ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കർത്താവിന്റെ നാമത്തിൽ കുരിശ് വരച്ച് ഇയാൾ ഇതെടുത്തു. ഇതെടുത്തുകൊണ്ട് ഇയാൾ പോയി എവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോ ഒരു പെൺകുട്ടി ഇയാളെ പിടികൂടി. ഈ പെൺകുട്ടിയാണെങ്കിൽ ഈശോയെ അതിനേക്കാളും സ്നേഹിക്കുന്ന ഒരു ജീസസ് യൂത്താണ്. അവളാണെങ്കിൽ തെരുവിലെ മിനിസ്ട്രി നടത്തുന്ന ഒരു പെൺകുട്ടിയാണ്. എന്ന് വെച്ചാൽ ഔട്ട്റീച്ച് മിനിസ്ട്രി എന്ന് പറയും. തെരുവിൽ അലയുന്നവരോട് സുവിശേഷം പറയുന്ന പെണ്ണ. കല്യാണമൊക്കെ കഴിച്ച് 5-6 വർഷമൊക്കെ, പക്ഷെ മക്കളൊന്നുമില്ല. എന്നാൽ ഈശോയോട് വലിയൊരു സ്നേഹം, ഒരു പരാതിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ പൊതിച്ചോറ് കഴിക്കാൻ നേരത്ത് ഇവൾ ഓടിച്ചെന്ന് അടുത്തിരുന്നു. ഇരുന്നിട്ട് ഇതിനകത്ത് ഒരുപിടി ചോറുകളായി എടുത്തിരുന്നു. ഈ അപ്പാപ്പൻ വൃദ്ധൻ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മുഷിഞ്ഞ വസ്ത്രധാരി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോളെ, ഞാനൊരു ഭിക്ഷക്കാരൻ, നീ വലിയ വീട്ടിലെ കൊച്ച്, നീ എന്താ ഇങ്ങനെ? അവള് പറഞ്ഞ, അപ്പാപ്പൻ ഇരിക്ക്, ഈശോയെ കുറിച്ച് അറിയാവോ? അവൻ പറഞ്ഞ, ഈശോയോ? ഈശോയല്ലേ എനിക്കെല്ലാം, അവനുള്ളതുകൊണ്ടല്ലേ ഞാൻ സുഭിക്ഷമായിട്ട് നടക്കുന്നേ. അവ ഈ പെണ്ണിന്റെ കണ്ണു വിടർന്നു. ഇങ്ങനെ ഒരു മനുഷ്യനോ ദാരിദ്ര്യത്തിൽ ഈശോ എന്ന് പറയുന്ന എന്തൊരു അഭിഷേകമായിരിക്കും. ഈ പെണ്ണ് പറഞ്ഞ, അപ്പാപ്പൻ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പാപ്പൻ ദരിദ്രനാ, പണമില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാനും ഒരു ദരിദ്രയാ. കല്യാണം കഴിഞ്ഞ് 6 വർഷമായി പാപ്പ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല. എന്നാലും എനിക്ക് ഈശോയോട് കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ, പരാതി ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഇത് കേട്ട് ഈ മനുഷ്യന് വല്ലാത്ത വിഷമം. ഒരുപടി ചോറ് കഴിക്കണമെന്ന് കരുതിയതാ. അയാൾക്ക് മനസ്സിലായി ഈ ചോറ് തൊണ്ടയിൽ കുരുങ്ങുമെന്ന്.
ഇറങ്ങുകയല്ല. ഇങ്ങനൊരു പെണ്ണോ, അവള് ദരിദ്ര. ഈ മനുഷ്യൻ എഴുന്നേറ്റ് തന്റെ വൃത്തികെട്ട കൈ ആ വസ്ത്രത്തിൽ തുടച്ച് മെല്ലെ വൃത്തിയാക്കിയിട്ട് രണ്ട് കൈയും എടുത്ത് ഇരിക്കുന്ന ഈ കൊച്ചിന്റെ തലയിലേക്ക് വെച്ച് ആകാശത്തിലേക്ക് നോക്കി ഒറ്റ പ്രാർത്ഥന, അപ്പാ എൻ കുളത്തെ പാർപ്പ, എൻ കുളത്തെ ഒരു കുളത്തെ കൊടുത്ത് അനുഗ്രഹിക്കപ്പാ. ഇവിടുള്ളൊരു പെങ്കൊച്ച് പിന്നീട് ജീസസ് യൂത്തിന്റെ മാരസിൽ എഴുതി വെക്കുക, ആ ദരിദ്രന്റെ നിലവിളി ആകാശ മേഘങ്ങളെ തുളച്ചു കയറി എന്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു. ഞാനൊരു ധ്യാനം കൂടിയില്ല, കൈവപ്പ് പ്രവർത്തനത്തില്ല, പക്ഷെ ഈ ദരിദ്രന്റെ നിലവിളി വിളിച്ചാൽ വെളിപ്പുറത്ത് ദൈവത്തെ കൊണ്ട് നടക്കുന്ന ചില പാവങ്ങളുണ്ടെന്ന ഈ ഭൂമിയിൽ. അവരൊക്കെ ദൈവം വിളിച്ചാൽ വെളിപ്പുറത്ത് ഇറങ്ങി വരും. അവരാണ് ക്രിസ്ത്യാനി എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുള്ളവരെ, ഒരു അച്ഛൻ, മലയാളി വര്യൻ, അദ്ദേഹം അരുണാചൽ പ്രദേശില് ശുശ്രൂഷയ്ക്ക് പോയ സംഭവം. അവിടെ പോയിരുന്ന സമയത്ത് ഈ അച്ഛന് ഈ ഗോത്രവർഗക്കാരുടെ ശുശ്രൂഷ. അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഞെട്ടിപ്പോയി. ഓരോ ഗോത്രക്കാരുടെയും കുടുംബനാഥന്മാരുടെയും അധികാരവും ശക്തിയും കാണിക്കുന്നത് അവരുടെ വീട്ടിൽ ഒരു മുറിയിൽ എത്ര തലയോട്ടികൾ എതിർ ഗോത്രക്കാരുടെ കിടപ്പുണ്ടോ അത് വെച്ചോണ്ട് അവർ കണക്ക് കൂട്ടുന്നത്. എതിർ ഗോത്രക്കാരുടെ തലയോട്ടികൾ എത്രണ്ണമുണ്ടോ അതാണ് ഇവരുടെ കരുത്ത്. എന്ന് വെച്ചാൽ അടിപിടി ബഹളം. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന ഗോത്രം അവരുടെ ഇടയിലേക്ക് അച്ഛൻ ചെന്നപ്പെട്ടത്. അവിടെ ചെന്ന് അച്ഛൻ മെല്ലെ അങ്ങനെ അച്ഛൻ അവരിൽ ഒരാളായിട്ട് ഞങ്ങൾ മെല്ലെ പ്രവർത്തനങ്ങൾ തുടങ്ങി, പിള്ളേരെയൊക്കെ അടുപ്പിച്ചു, വിദ്യാഭ്യാസമൊക്കെ തുടങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ സുവിശേഷം തുടങ്ങി. ഇതെങ്ങനോ ഗോത്രവർഗക്കാര് ഈ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് അവരുടെ ശൈലികളൊക്കെ മാറുന്നു എന്ന് സർക്കാർ അറിഞ്ഞു. അങ്ങനെ സർക്കാർ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. കമ്മീഷണർ കുറെ പോലീസുകാരെയും കൊണ്ട് ഈ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഈ ക്രിസ്തു മതം വേരോടെ പിഴുതെറിയാൻ ഓർഡറായി. പോലീസുകാർ കയറി നന്നായി മേഞ്ഞു. അവർക്കുണ്ടായിരുന്ന രൂപങ്ങളും കൊന്തകളും പെന്തിങ്ങകളും പുസ്തകങ്ങളും ബൈബിളും ആരാധനാക്രമങ്ങളും പ്രാർത്ഥന പുസ്തകം വലിച്ചു കയറി തീയിലിട്ടു. അപ്പോഴാണ് 5-6 അസ്ഥി കഷണങ്ങൾ കൂട്ടിത്തുന്നിയ രൂപം കണക്കെ ഒരു വൃദ്ധൻ ഒരു കൊന്തമാലയും ഇട്ടുകൊണ്ട്, ഒരു കുരിശിത രൂപം ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതുണ്ട്. ഈ കമ്മീഷണർ ആക്രോശിച്ചു, വലിച്ചു പൊട്ടിച്ച് തീയിലിടാൻ പറഞ്ഞു. ആ കുരിശുമാല വലിച്ചു പൊട്ടിച്ച് തീയിലിടുന്നു. ഈ മനുഷ്യൻ അകത്തേക്ക് പോയി. ആ മനുഷ്യന് തറയിലിട്ട്, അയാൾ എതിർത്തു, തറയിലിട്ട് വല്ലാതെ ചവിട്ടി. ഈ പ്രായമായ മനുഷ്യനെ വേദനിപ്പിച്ചു. ഈ മനുഷ്യൻ അലറിക്കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് ഈ അച്ഛൻ പറയുകയാണ്, തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ വൃദ്ധനായ മനുഷ്യന്റെ ഷർട്ടിടാത്ത ഈ അസ്ഥികൂടം പോലെയുള്ള ഈ ശരീരത്തിൽ കാണുന്ന കാഴ്ച ഒരു പിച്ചാത്തി പഴുപ്പിച്ച് കുരിശാകൃതിയിൽ ഇയാൾ നെഞ്ചിലൊരു വര വരച്ചു. എന്നിട്ട് ഈ കമ്മീഷണറോട് ചോദിക്കുകയാണ്, കളയാവോടോ ഇത്? ഇയാൾക്ക് എന്റെ കുരിശിൽ തൂക്കിയിട്ടിരുന്ന കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന കുരിശുമാല പൊട്ടിക്കാൻ പറ്റും, പക്ഷെ ഇത് ഇയാൾക്ക് കളയാൻ പറ്റുള്ളൂ. ചിതറിപ്പോയ മുഴുവൻ ജനവും പ്രിയമക്കളെ ഓടിക്കൂടി. അവർ അവിടെ നിന്ന് വലിയ വായിൽ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. അതോടുകൂടി ആ കമ്മീഷണർ എന്നേക്കുമായി അവിടെ വിട്ടുപോയി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിതം കൊണ്ട്, ജീവൻ കൊണ്ടും സുവിശേഷം പറയാൻ പഠിക്കണം. നമുക്ക് സുവിശേഷം പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതം കൊണ്ട് വില കൊടുത്ത് ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുന്നവരുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ക്രിസ്തീയതരം മധുരം ആസ്വദിക്കാം. ഇതൊരു ചക്രവാളമാണ്. ഇത് നിന്റെ ദൈവമായിട്ട് കണ്ടുമുട്ടുക. It's an encounter with your God, so that your horizon will be widened. കർത്താവായ ദൈവം നമുക്ക് ഒരു വിശാലമായ ലോകം തരാൻ, മലമേൽ പണിത പട്ടണം പോലെ നീ ശോഭിക്കണം, വിളക്ക് തണ്ടിന്മേൽ വെച്ച ദീപം പോലെ നീ ശോഭിക്കണം. ഇതാണ് ദൈവത്തിന്റെ സ്വപ്നം. കിയൊന്ന് നടക്കാനും ഭിക്ഷയെടുക്കാനും ഇരുന്ന് ജീവിക്കാനും അല്ല ഈ ജീവിതം. അതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നേ.
എന്നാൽ അവന്റെ മേൽ ചങ്കൂറ്റത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചില ആളുകളൊക്കെ ഇത് ആർക്ക് പോലും നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇങ്ങനെ സാധിക്കും. ഇത് സാധിക്കും, സാധിക്കാത്ത ആരുമില്ല. സാധിച്ചില്ല എങ്കിൽ ഇത് മക്കൾക്കെങ്കിലും ഈ ചൈതന്യം പകർന്നു കൊടുക്കാൻ പറ്റും. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനാണ്, വിശുദ്ധ അന്തോനിയോസ്, പാതുവായിലെ വിശുദ്ധ അന്തോനിയോസ്. അന്തോനിയോസിന്റെ അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ച് മുല കുടിപ്പിച്ചപ്പോ ഈ പാലിനോടൊപ്പം ഈ അമ്മ പറയായിരുന്നു, ഈശോ 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 ഈശോ. കുഞ്ഞിന് വീണ്ടും വിശക്കുമ്പോ വലത്തെ മാറിലോട്ട് വെച്ചിട്ട് വീണ്ടും മുല കൊടുത്തിട്ട് പറയും, ഈശോ ഈശോ ഈശോ. കൂട്ടുകാരികളൊക്കെ പറഞ്ഞു ആദ്യത്തെ കുഞ്ഞായോണ്ടുള്ള ആവേശമാണ്. പക്ഷെ അടുത്ത ദിവസവും 6 മാസം കഴിഞ്ഞിട്ടും ഇത് തന്നെ, ഈശോ ഈശോ. ആളുകൾ പറഞ്ഞു, ഞങ്ങളും ഇതുപോലെ വിശ്വാസികളാണ്, ഞങ്ങളും മക്കളെ കൊടുത്തിട്ടുണ്ട്, നിനക്ക് മാത്രം പ്രത്യേകത. അന്തോനിയോസ്, വിശുദ്ധ അന്തോനിയോസിന്റെ അമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞാരായി തീരുമെന്ന് കാലം തെളിയിക്കും. പ്രിയമുള്ളവരെ, 16-ാമത്തെ വയസ്സിൽ തളർന്നു കിടന്ന ഒരു പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കാലം തെളിയിച്ചു അവൻ ആരായി തീർന്നു. ഹല്ലേലൂയ. 21-ാമത്തെ വയസ്സിൽ മരിച്ചൊരുവനെ ഉയർപ്പിച്ചുകൊണ്ട് കാലം തെളിയിച്ചു അവൻ ആരായി തീർന്നു. ഹല്ലേലൂയ. 26-ാമത്തെ വയസ്സിൽ കഴുതയെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുമുട്ടിച്ചുകൊണ്ട് ഈ അത്ഭുത പ്രവർത്തന വിശുദ്ധ അന്തോനിയോസ് കാലം തെളിയിച്ചു അവൻ ആരാണെന്ന്. ഹല്ലേലൂയ. ഒരമ്മയ്ക്ക് സാധിക്കും, ഒരമ്മയ്ക്ക് സാധിക്കും. ഇത് ജീവിതം നിസ്സാരമായി എടുക്കരുത്. വെറുതെ ജീവിക്കേണ്ട, തള്ളിക്കളയേണ്ട ഒരു ജീവിതമല്ല ഇത്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പോയി, അവന് ധ്യാനമൊക്കെ കൂടിയിട്ട് കടമൊക്കെ വാങ്ങിച്ചാണ് അവന് വിദേശത്തൊരു ജോലി കിട്ടിപ്പോയി. പോയതിനു ശേഷം അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ തിരിച്ചു വരിക. ഞാൻ പറഞ്ഞടാ, കടം വാങ്ങിച്ചാണ് വീട്ടിൽ പോയി നീ കയറിപ്പോയത്, നീ തിരിച്ചു വരാനോ? ഇനി നീ തിരിച്ചു വന്നാൽ എങ്ങനെയാണ് വീട്ടുകാരും നാട്ടുകാരും തന്നെ? പറഞ്ഞ എന്താ അച്ഛൻ എന്നെ ധ്യാനത്തിന് വിട്ട് വലിയ അഭിഷേകത്തോട് ഞാൻ പോകുന്നു. പക്ഷെ എന്റെ മുറിയിൽ 4 ചെറുപ്പക്കാരുണ്ട് അച്ഛാ. വെള്ളിയാഴ്ച അവർ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ, രതിവൈകൃതങ്ങൾ, അവർ കാട്ടിക്കൂട്ടുന്നതായ ബ്ലൂഫില്, അവർ കണ്ടുകൂട്ടുന്നതായ ബ്ലൂഫില്, അവരുടെ മദ്യപാനം, അച്ഛൻ എന്റെ ആത്മീയ ജീവിതം നശിക്കും. അച്ഛൻ വെളുപ്പിന് 2:30 വരെ ഇവരൊന്നും മയങ്ങുന്ന, ഇവരുടെ വെറിക്കൂത്തുകൾ തീരുന്നത് വരെ ഇതിന്റെ ടെറസിന്റെ മണ്ടയിൽ പോയി മുട്ടുകുത്തി കൊന്തയൊല്ലുമാണ് അച്ഛൻ. ഞാൻ എന്റെ ആരോഗ്യം പോലും ക്ഷയിച്ചു പോകുന്നു. ഞാൻ തിരിച്ചു പോകുന്നത് നശിച്ചു പോയിച്ചോ. അച്ഛൻ എന്റെ ആത്മാവിനെ വേണോ? അച്ഛന് എന്റെ ശരീരത്തെ വേണോ? ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ വീട്ടിൽ പറഞ്ഞോളാം, കയറി പോരാൻ പറഞ്ഞു. ഹല്ലേലൂയ. 6 മാസം കഴിഞ്ഞപ്പോ അവൻ അവിടെ കിട്ടിയിരുന്ന 20,000 രൂപയെക്കാളും 45,000 രൂപയുടെ ജോലി ആകാശത്തിലെ തമ്പുരാൻ അവന് ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വില കൊടുത്താൽ കൂടെ നിൽക്കാൻ ഒരു ദൈവം ഉണ്ടാകും. നീ വില കൊടുത്താൽ കൂടെ നിൽക്കാനൊരു ദൈവം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും പൂനെയിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു പെൺകുട്ടി, ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ ആ പെൺകുട്ടി കോപ്പി ചെയ്ത് മുടിയൊക്കെ പറ്റ മുറിച്ച്. ഞാൻ അങ്ങനെ ചോദിച്ചേ, ഇത്രയൊക്കെ ആമ്പിള്ളേരാണെങ്കിൽ മുടിയൊക്കെ പറ്റ വെട്ടിച്ചുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെയൊക്കെ കാണും, ഇതൊരു പാടാം. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇത് ഇത്ര വേണ്ട ഭാഷ കേട്ടോ. അപ്പൊ അവള് പറഞ്ഞു, അച്ഛനെ എന്നെ കേൾക്കാൻ പറ്റുമെന്നുണ്ട്, 5 മിനിറ്റ് തരാമോ? ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി എന്തോ അനുഭവം ഉണ്ടായി. അവള് പറഞ്ഞു, അച്ഛൻ ഞാനൊരു നേഴ്സായിരുന്നു, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് ഇങ്ങനെ മുടി, ഇതൊരു രോഗമാണ്, മുടി പൊഴിയുന്നതാണ്, കീമോ എല്ലാം ചെയ്താണ്? ഞാൻ പറഞ്ഞു, അവള് പറഞ്ഞല്ല അച്ഛൻ, ഞാൻ മുടിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടുകാരെനിക്ക് ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ച് എന്നെ സൗദിക്ക് അയച്ചു. എൻ്റെ ഈശോയോട് എനിക്ക് വലിയ സ്നേഹമായതുകൊണ്ട് സൗദിയിൽ ഞാൻ രഹസ്യത്തിൽ ശുശ്രൂഷകളൊക്കെ തുടങ്ങി. ഞങ്ങൾ ഒന്നിച്ച് ചില ഫ്ലാറ്റുകളിൽ ഒന്നിച്ച് കുറെ പേരെ വിളിച്ചുകൂട്ടി പ്രാർത്ഥന തുടങ്ങി. ഞങ്ങളിങ്ങനെ നമസ്കാരങ്ങളൊക്കെ തുടങ്ങി, കൊന്തയൊക്കെ തുടങ്ങി, ശുശ്രൂഷകൾ, ആരാധനകളൊക്കെ തുടങ്ങി.
നാട്ടിൽ നിന്ന് അച്ഛന്മാരൊക്കെ വന്ന രഹസ്യത്തിൽ ഞങ്ങൾ കൊണ്ടുപോയി കുമ്പസാരം ഒന്ന് നിർമ്മിയത്. പക്ഷെ ആരും ഒറ്റിക്കൊടുത്തച്ഛൻ. ഗവൺമെന്റ് എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസിനെ പിടിച്ചു. അവര് എന്റെ ശിക്ഷ എന്നോണം തലമുടി പറ്റ മോഹിച്ചു. ഞാൻ തിരികെ വന്നപ്പോ അച്ഛാ, എൻ്റെ അമ്മ എന്നെ വീട്ടിൽ സ്വീകരിക്കാൻ ആരും വന്നില്ല. എയർപോർട്ടിൽ എന്നെ എല്ലാവരും കൂടെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതാ. ഞാൻ തിരികെ വന്നപ്പോ എൻ്റെ അപ്പനോ ആങ്ങളെയോ എൻ്റെ അമ്മയോ എന്നെ സ്വീകരിക്കാൻ വന്നില്ല. എൻ്റെ അപ്പൻ പറഞ്ഞു, അവളെ വീട്ടിൽ കേട്ടണ്ട. സഹോദരൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അമ്മ പറഞ്ഞു, ആ എണ്ണം കെട്ടവള് ഇനിയും ഇങ്ങോട്ട് വന്ന് നീ അവളെ വീട്ടിൽ കയറിയാൽ തന്നെ വീടിന് വെളിയിൽ ഇറക്കാൻ അനുവദിക്കുന്നു, മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. അവള് സുവിശേഷം പ്രസംഗിക്കാൻ പോയിരിക്കും. ലോൺ അടയ്ക്കേണ്ടവള് സുവിശേഷം പ്രസംഗിക്കാൻ പോയിരിക്കും. പ്രിയമുള്ളവരെ, ഒറ്റപ്പെടലിന്റെ ജീവിതമായിരുന്നു. അവള് പറയുകയാണ്, എന്നെ ആരും തിരിഞ്ഞു നോക്കി. രാത്രിയുടെ ഏതെങ്കിലും യാമത്തിൽ അടുക്കളയിൽ വിളമ്പി വെച്ചിരിക്കുന്ന തണുത്ത ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോയി എന്റെ മുറിയിൽ കിടക്കും. എന്റെ മുറിയിൽ ഞാൻ ഒതുങ്ങിക്കൂടി. എന്റെ മുടി മെല്ലെ വളർന്നു തുടങ്ങി. പക്ഷേ ഞാൻ തീരുമാനിച്ചു, ഈശോയെ, നിനക്ക് വേണ്ടി ജീവിച്ചു എന്നതിന്റെ പേരിലാണ് ഈ മുറി മുറിക്കപ്പെട്ടത്. ഇതിനി എന്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മതി. അങ്ങനെ അവളെ നിർബന്ധിച്ച് അവൾ പള്ളിയിൽ പോകാനുള്ളൊരു അനുവാദം കിട്ടി. അവര് പറഞ്ഞ് ഇടവക പള്ളിയിൽ പോകണ്ട, അയൽവക്കത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ പോയാൽ മതി. അങ്ങനെ അയൽവക്കത്തുള്ള പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് അവൾ ഞായറാഴ്ച വന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ കൂട്ടുകാരികൾ വിളിച്ചു പറഞ്ഞു, ഡൽഹിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. വീട്ടുകാരി കരുതി എങ്ങനെയും രക്ഷപ്പെടുന്നെങ്കിൽ പോകട്ടെ, നാണക്കേട് ഒഴിവാക്കാമെന്ന് അവർ കയറ്റിവിട്ട് കൂട്ടുകാരികളുടെ കൂടെ. 14 പേരാണ് ഇന്റർവ്യൂ. യൂറോപ്പിലോട്ടാണ് ഇന്റർവ്യൂ, നഴ്സിംഗ് ജോലിക്ക് വേണ്ടി. 13 പേരും ഇന്റർവ്യൂ നടത്തുന്ന മാതാമയുടെ അടുത്ത് ചെല്ലുന്നു, അതുപോലെ ഇറങ്ങിപ്പോരുന്നു. എന്തൊക്കെയോ ബഹളം കേൾക്കുന്നു, കയറുന്നവർ അതുപോലെ ഇറങ്ങിപ്പോരുന്നു. 14ാമത് ഈ പെൺകുട്ടിയെ ഇവൾ അകത്തേക്ക് കയറിയപ്പോൾ ഈ മാതാമ ചോദിച്ചു, what happened to your hair? എന്ത് സംഭവിച്ചതിന്റെ തലമുടിക്ക്? അവൾ പറഞ്ഞ, സൗദിയിൽ സുവിശേഷം പ്രസംഗിച്ചതിന് സംഭവിച്ചത്. ഈ മാതാമ അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എഴുതി വെച്ചു, പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് എഴുതി വെച്ചു, യു ആർ സെലക്ടഡ്. 40,000 രൂപ സൗദിയിൽ കിട്ടിക്കൊണ്ടിരുന്ന പെണ്ണിൽ നിന്ന് 2 ലക്ഷം രൂപ ഇംഗ്ലണ്ടിൽ സാലറി കിട്ടുന്ന ഒരു ജോലി അവർ നടത്തുക. ഹല്ലേലൂയ! നീ വില കൊടുത്താൽ ഒരു ദൈവം കൂടെ നിൽക്കും. ഹല്ലേലൂയ! ഹല്ലേലൂയ! നീ വില കൊടുക്കാൻ തയ്യാറായാൽ നിന്നെ നടുക്കടലിൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. വിശ്വാസമാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഇവരുടെ നമുക്ക് നമ്മുടെ ചിന്തകളെ സമാപിപ്പിക്കാമെന്ന് കരുതുകയാണ്. നമ്മള് ഒന്നിരിക്കാമല്ലോ. നമ്മള് ഒരു ചെറിയ പ്രാർത്ഥനയിലേക്ക് നമുക്ക് വരാം. ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. യേശു ഏക രക്ഷകൻ ഇത് പറയാനുള്ള ചങ്കുറപ്പുണ്ടാകും. യേശു ഏക രക്ഷകനാണെന്ന് ആരോടും പറയാനുള്ള ധൈര്യമുണ്ടാകണം. യേശു ഏക രക്ഷകനാണെന്ന് സ്വന്തം അനുഭവം കൊണ്ടും വില കൊടുത്തും പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം. ഇതാണ് ഈ ദിവസത്തിന്റെ പുണ്യം. നോമ്പനുഷ്ഠിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്ലീബ നമസ്കാരത്തിനും അവിടുത്തെ മുമ്പിൽ കുരിശുമുത്തുവാനും രക്ഷകന്മാർ ശ്ലീബായെ വന്ദിക്കുവാനും ഒക്കെ നാം ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതിനെല്ലാം നമുക്ക് കാരണമാകേണ്ടത് ആ നസ്രായനായ ചെറുപ്പക്കാരന്റെ, എല്ലാവരാലും പരിതൃപ്തനായ ചെറുപ്പക്കാരന്റെ പിറകെ നടക്കാനുള്ള ഒരു നിഴലുപോലെ അവനെ പറ്റിച്ചേരാനുള്ള കോടാനുകോടി ജനങ്ങൾ, വിശുദ്ധാത്മാക്കൾ, ജീവിതമോ കുടുംബമോ കൂടോ സഖിയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിറകെ ഇറങ്ങിത്തിരിക്കാൻ കാട്ടിയ ചങ്കൂറ്റം, അതാണ് ദൈവം ഇന്ന് നിന്നെ നോക്കി ആഗ്രഹിക്കുന്നത്. വില കൊടുക്കാൻ തയ്യാറായാൽ അഭിഷേകം കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കും. ഈ അഭിഷേകം നിനക്ക് ജീവിതത്തിൽ മറ്റൊന്നും കൊണ്ടും പകരം വെക്കാൻ പറ്റില്ല. ഡിഗ്രി ഉണ്ടാകാം, അറിവുണ്ടാകാം, പണമുണ്ടാകാം, അധികാരമുണ്ടാകാം, ബന്ധുബലമുണ്ടാകാം. പക്ഷേ അതൊന്നിനും ഈ ഈശോ തരുന്ന അഭിഷേകത്തിന് പകരം ചെയ്യാൻ പറ്റില്ല. Anointing is so unique in your life.
നീ അഭിഷിക്തനാണോ, അഭിഷേകമുള്ളവളാണോ, നീ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവളാണോ, ഈ ആത്മചൈതന്യം നീ നിറയുന്നുണ്ടോ, ഈശോയ്ക്കൊരു ജീവിക്കാനുള്ള സ്നേഹം നിന്നിൽ പ്രേരണമാകുന്നുണ്ടോ, ഈശോ എന്ന വാക്ക് കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടോ, ഈശോ എന്ന് കേൾക്കുമ്പോൾ എന്റെ ഈശോ എന്ന് പറയാനുള്ള ഒരു ഭാവം ഉണ്ടാകുന്നുണ്ട്, എന്റെ ഈശോയ്ക്ക് വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറാകുന്നുണ്ട്. ഇതാണ് അഭിഷേകം. ഇത് ചടങ്ങുകളല്ല, ഇത് ലേബലുകളല്ല, ഇത് ആഘോഷങ്ങളല്ല, ഇത് പെരുന്നാളുകളല്ല, ഇത് ജീവിതമാണ്. നമുക്ക് ആരാധനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സൗഖ്യപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് കർത്താവേ, അപ്പത്തിനോടൊപ്പം ഞങ്ങളുടെ പാതകത്തിൽ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനും ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കാനും കർത്താവേ, ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ വചനപ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാനോ ഇരിക്കാനുള്ള അർഹത യോഗ്യതയോ ഞങ്ങൾക്കില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവിന്റെ വചനം ശ്രമിക്കാൻ ഞങ്ങളുടെ കാതിനെയും കർത്താവിന്റെ വചനം അനുസരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തരുമേ. ഞങ്ങളുടെ കാത് കർത്താവെ പലപ്പോഴും ദൈവത്തിന്റെ വചനം ശ്രമിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. കർത്താവിന്റെ വചനത്തിനപ്പുറമായി പിശാചിന്റെ ബോഷ്ക്ക് കേൾക്കാൻ ഞങ്ങളുടെ കാതിനെ വിട്ടുകൊടുത്ത് ഞങ്ങൾ തുറന്നു കൊടുത്തു കർത്താവെ. അതുകൊണ്ട് അതിലെ ഞങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി കയറി വന്നു. ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ വിട്ടു തന്നില്ല. ദൈവ വചനം ലംഘിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിൽ പിശാച് കയറി വന്നു. അതുകൊണ്ട് ഇന്ന് കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ചിട്ട് കർത്താവെ, ഞങ്ങളുടെ കാതുകളെ ഇതാ കർത്താവിന്റെ വചനം ശ്രമിക്കാനും ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവിന്റെ വചനം അനുസരിക്കാനും ഞങ്ങൾ വിട്ടുതരുന്നു കർത്താവെ. അവിടുത്തെ വചനം അനുസരിക്കാനും ഹൃദയം തുറക്കുമ്പോൾ പിശാച് നാലുകൂട്ട് കാര്യങ്ങളുമായിട്ട് കടന്നു വരുന്നതിന് ഞങ്ങൾ ആത്മീയതയെ തള്ളി കളയുവാൻ തക്കണം പിശാച് കയറി വരുന്ന വഴികളെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ക്ഷമിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ കാലയളവുകൾ കർത്താവെ, ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയുണ്ട്. ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ മുറിവുകൾ ഞങ്ങളിലേക്ക് കയറി പിടിച്ചിരിക്കുന്ന ഒരു അനുഭവമുണ്ട് കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് വേണ്ടിയതിനെ ഞങ്ങൾ എടുത്തു കളയാൻ കർത്താവെ എടുത്തു കളഞ്ഞു പോയി. ഇന്നു മുതൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ തലയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിന്റെ അളവ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വെള്ളം ചേർത്ത അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന ജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സത്യദൈവമായ കർത്താവിനെ അവനെ യേശു ക്രിസ്തു അയച്ചവനെന്ന് വിശ്വസിച്ചു നിൽക്കുന്നു ആ നിത്യജീവൻ ഞങ്ങൾക്ക് പ്രാപിപ്പാൻ കർത്താവെ, ആ സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്നേഹിച്ചിട്ട് ആ നിത്യജീവൻ പ്രാപിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തടസ്സങ്ങളെ എല്ലാം മാറ്റിയിട്ട് അന്യ ദൈവങ്ങൾക്കും അന്യ വ്യക്തികൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടമുള്ളതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടമില്ല കർത്താവെ. യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷകനാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അധരം കൊണ്ട് ഏറ്റുപറയുവാന്, ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കാന്, മരിച്ചവനിൽ നിന്നവനെ ദൈവത്തെ അവനെ ഉയർപ്പിച്ചെന്നുള്ള ആ ഹൃദയത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പല കാര്യങ്ങൾ കയറിയിരിക്കുന്നു. കർത്താവിനേക്കാൾ ഉപരി ഞങ്ങൾ മറ്റെന്തിനെയോ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഇവിടെ വെച്ച് എടുത്തു കളയുകയാണ് കർത്താവെ. ഇന്നു മുതൽ ഞങ്ങളുടെ അധരം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു, യേശു ക്രിസ്തു മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തെ മാത്രം ഞങ്ങൾ ആ യേശു ക്രിസ്തുവിനെ മാത്രം വിശ്വസിക്കുന്നു കർത്താവെ. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. ആ ദാസന്റെ കീഴില് മനുഷ്യരുടെ ഇടയില് രക്ഷപ്പെടാൻ വേറൊരു നാമവുമില്ല. യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ലെന്നുള്ള കർത്താവെ ഞങ്ങൾ അത്തരം കൊണ്ട് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ മനുഷ്യരുടെ പ്രീതി മേടിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ആഗ്രഹിച്ചു പോയി കർത്താവെ. ഞങ്ങൾ കർത്താവെ ദൈവത്തിന്റെ പ്രീതി നഷ്ടപ്പെടുത്തി കളഞ്ഞു ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവമേ, മനുഷ്യരുടെ പ്രീതി ഞങ്ങൾ നേടിയെടുത്തത് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് മനുഷ്യന്റെ പ്രീതി വേണ്ട കർത്താവെ, ദൈവത്തിന്റെ പ്രീതി മതി. ജാതിക്കാരെ പോലെ ഞങ്ങള് ജാതികളുടെ ദൈവത്തിന് ബലി കഴിച്ചു പോയി. ജാതികൾ ബലി കഴിച്ചത് ഞങ്ങൾ കഴിച്ചു പോയി. ജാതികൾ ബലി കഴിക്കുന്നവർക്ക് ഞങ്ങൾ പോയി അത് കണ്ടുപോയി, അതിനെ ആരാധിച്ചു പോയി, അതിൽ ജീവിച്ചു പോയി. അങ്ങനെ ജീവിതത്തിൽ ദൈവത്തെ ഞങ്ങൾ തള്ളിക്കളഞ്ഞ് എന്റെ നല്ല നാഥനെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ചു പോയി. അപ്പൊ ആ അവസ്ഥ ഞങ്ങളോട് ക്ഷമിച്ച് ഇന്നു മുതൽ ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തെ തന്നെ പ്രസാദിപ്പിച്ച് കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ കളഞ്ഞാലും
ക്ഷമിക്കപ്പാ. ഞങ്ങളുടെ ജീവൻ വിലയേറിയതായിരിക്കാൻ അപ്പന് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പനെ കണ്ടാൽ പ്രോഗണത്വമില്ല, സൗന്ദര്യമില്ല, ആഗ്രഹിക്കുന്ന സൗന്ദര്യമൊന്നുമില്ല. അങ്ങ് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസന മാത്രമായി. ഇങ്ങനെ കർത്താവേ ഒരു രക്ഷകനും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ആകാശത്തിലും ഭൂമിയിലും സകലത് സൃഷ്ടിച്ചവരാണ് ഈ അവസ്ഥ ഉണ്ടായത്. എന്നാൽ അനേക ജാതികളുടെ ദൈവത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അനേക ജാതികളുടെ അവൻ രക്ഷിക്കാൻ കഴിയുന്ന ദൈവം, നീതി നടത്താൻ കഴിയുന്ന ദൈവം, ശക്തനായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ യേശുവാണ് യേശു രക്ഷകൻ. ആ യേശുവിനെയാണ് ഞങ്ങൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കാനുള്ള ആ ദൈവത്തിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരണം. കർത്താവിന് ജ്ഞാനവും അറിവും മറഞ്ഞു കിടക്കുന്ന ആ ഒളിപ്പടത്തിൽ നിന്ന് ആ ഏറ്റെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഈ കർത്താവെ റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരഞ്ഞു. എന്നാൽ കർത്താവെ ഈജിപ്തിൽ നിന്നും ഞാൻ എന്റെ ജനത്തെ വരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് തന്റെ ജനത്തെ വരുത്തി. ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധമായ ജീവൻ തരാനാണ്. കള്ളം വരുന്നത് മുടിപ്പാനും അറുപ്പാനും മോഷ്ടിപ്പാനും. എന്നാൽ എന്റെ പ്രാണപ്രിയം വന്നതോ സമൃദ്ധമായ ജീവൻ തരാൻ. ഞാൻ നല്ലിടയിലാവുന്നു, നല്ലിടയിൽ ആളുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ഞാൻ സമൃദ്ധമായ ജീവൻ തരാമെന്ന് പറഞ്ഞ് അത്രമാത്രം ജീവനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച പരിപാലിച്ച ദൈവം ആ കാൽവരി ക്രൂസിൽ കിടന്ന സങ്കീർത്തനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അങ്ങനെ ഒരു ക്രൂസിൽ കിടന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി പറയേണ്ട ഒരു അവസ്ഥ എന്റെ പ്രിയനുണ്ടായി. കർത്താവേ, ഈ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാലത്ത് കടന്നു വരുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്, നീ കൈവിട്ടോ? എന്തിനാ ഞങ്ങളെ ശിക്ഷിച്ചതെന്ന്. കർത്താവേ, ഞങ്ങൾ പരാതി പരിഭ്രമം പറയും. എന്നാൽ എന്റെ പിതാവിന് പരാതിയില്ലായിരുന്നു, എന്റെ പുത്രന് പരിഭ്രമമില്ലായിരുന്നു. അത്രമാത്രം ക്രൂസെ കിടന്ന് സഹിച്ചു. വൃന്ദങ്ങൾ കൊണ്ട് കുത്തിയപ്പോൾ വെള്ളം ഊറി വന്നു. അവരെന്റെ കൈകളും കാലുകളും കുത്തിത്തുളച്ചു. അങ്ങയുടെ വചനം നിവർത്തിയായി കർത്താവേ. അങ്ങനെ കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ അവിടുന്ന് രോഗോപശാന്തിയുമായിട്ട് നീതി സൂര്യൻ ഉദിക്കുമെന്ന ദൈവത്തിന്റെ വചനം അത് തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പച്ചക്കിടാവിനെ പോലെ തുള്ളിച്ചാടും. ആ ആത്മ നിറവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം ഏറ്റുപറയുവാൻ ആ ജനതകളും കൂടി അവിടുന്ന് സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം ആ കർത്താവെ 900 വർഷം കൊണ്ട് 700 ഗ്രന്ഥകാര് അവിടുന്ന് എഴുതിയ പരസ്പര പൂർവ്വങ്ങളാകുന്ന തിരുവചനം യേശു രക്ഷകൻ. യേശു അല്ലാതെ വേറൊരു രക്ഷകനില്ല. യേശുവിനോട് അല്ലാതെ രക്ഷപ്പെടുവാൻ വേറൊരു മാർഗമില്ലെന്ന് ആ വീണ്ടും വരും ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ എഴുതി വെച്ച തിരുവചനം ഞങ്ങൾ മറന്നുപോയി. 332 പ്രവചനങ്ങൾ നൽകി അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ച ദൈവത്തിന്റെ വചനം. കർത്താവ് മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുള്ളൂ. വേറെ അനേകർ മരിച്ചെങ്കിലും ആരും ഉയർത്തില്ല. എന്റെ പ്രാണപ്രിയം മാത്രം ഉയർത്തെഴുന്നേറ്റു. അവനിലേക്ക് മാത്രം ഞങ്ങൾ നോക്കി അവന് വില തന്ന് ഞങ്ങളെ സ്നേഹിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ ജീവനെ തന്നെ സ്നേഹിക്കുവാൻ, പൂർണ്ണമായി ഞങ്ങളെ സ്നേഹിക്കുവാൻ. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പിന്നെയോ പ്രാണപ്രിയനോട് ചേരാനുള്ള ഒരു വിശപ്പും ദാഹവും ഞങ്ങൾക്ക് തന്ന് കർത്താവെ നൂറുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ ആത്മാവ് ദൈവത്തോട് ചേരാൻ കാക്ഷിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ശക്തിയെ പുതുക്കുവാൻ ആത്മാവിന് വലിയൊരു നിറവ്, ആത്മാവിന് വലിയൊരു ശക്തി തന്ന് കർത്താവ് ഞങ്ങളെ വിലക്ക് വാങ്ങിയതാണ്. കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യം മുറുകെ പിടിച്ചിട്ട് അത് കരുത്തുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, വിശ്വാസത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ ആത്മാവിന്റെ ശക്തി ഞങ്ങളിൽ അയക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയണമേ. അശുദ്ധാത്മാവ് ഞങ്ങളിൽ നിന്ന് വിട്ടുപോകണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. തിരുജോലയാൽ ഞങ്ങളെ കുളിപ്പിക്കണമേ. ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവശക്തിയുടെ ശബ്ദം കേൾക്കുവാൻ, ദൈവ വിളിയുടെ ബോധ്യമനുസരിക്കുവാൻ, ജീവൻ കളഞ്ഞാലും എന്റെ യേശുവിനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രാണം മുഴുവൻ യേശുവിന്റെ ഉള്ളിൽ മറന്നിരിക്കുവാൻ, കർത്താവിനായി നിരന്തരം കാത്തിരിപ്പാൻ, എന്നിൽ വസിപ്പിൽ ഞാൻ നിങ്ങളിലും വസിക്കാമെന്ന് പറഞ്ഞ കർത്താവ് അങ്ങയുടെ തിരുവചനം ഞങ്ങളിലും ഞങ്ങൾ അങ്ങയിലും വസിച്ച് അങ്ങയിൽ മറന്നിരിക്കുവാൻ ഇന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് ഞങ്ങളിതാ സ്വന്തം രക്ഷകനായി നാഥനെ ഏറ്റവും ഹൃദയത്തിൽ വാങ്ങിക്കൊണ്ടിതാ പോകുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ നടക്കുന്നു, ഞങ്ങൾ കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവ് ഞങ്ങളുമായിട്ടൊരു സത്യബന്ധം പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനായി ഞങ്ങൾക്ക് ആരെയും വേണ്ട, ഒന്നിനെ വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി. തരുന്നത് മധുരമായിക്കോട്ട് കയ്പായിക്കോട്ട് കർത്താവേ, അത് മാത്രം മതി. എല്ലാം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ അഭിഷേകരെ ഒരുമിച്ച് ഞങ്ങൾ ഇതിനും പാത്തുന്നു. വചനം പറഞ്ഞ അഭിഷേകത്തെ വീണ്ടും സമർപ്പിക്കുന്നു. തിരുവചനത്തിലൂടെ ദൈവാത്മാവ് വചനത്തിന്റെ ചുരുളുകളെ അഴിച്ചു പ്രദർശനം ചെയ്ത് ആ പ്രകാശം വീശുവാൻ, വിളക്കിന് രണ്ടുമേൽ ശോഭിച്ചൊരു വിളക്കായി വലമേ ശോഭിച്ച പട്ടണം പോലെ ശോഭിക്കുവാൻ സ്വർഗ്ഗം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കമ്പാത്തിന് ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ഇന്ന് ഭാഗമായി എല്ലാം തിരിച്ചു കൊടുത്ത്
സകലത്തിനെ ഭാഗവാനെ ചവിട്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരവും വെച്ച് സാത്താനെ വേഗം കാൽക്കീഴെ ചവിട്ടിക്കളന്ന് പറഞ്ഞ് വചനം നിവർത്തിയാകുവാൻ ദൈവം സഹായിച്ചാട്ടെ. കടന്നു വന്ന് ഞങ്ങൾ എല്ലാവരും ഏൽപ്പിക്കുന്നു. നമ്മുടെ സൗഖ്യത്തിനും വിടുതലും അനുഗ്രഹത്തിനും പാലസാധനത്തിനുമായി സ്തോത്രം. എല്ലാം ദൈവനാമത്തിനും ദൈവഷ്ടത്തിനുമായി തരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവേ. അനുഗ്രഹിച്ചതിനായി നന്ദിരുവേനി മാനവമോഹത്വം എടുക്കണം വരവിനായിരിക്കണം യേശുനാമത്തിൽ തന്നെ. ഇന്നത്തെ പരിപാടികളിലൂടെ പര്യവസാനിക്കുകയാണ്. ആഹാരം കഴിച്ച് പിരിയാൻ വരാൻ പോകുന്ന ദിവസങ്ങളിലെ ഇവിടുത്തെ പരിപാടികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നാളെ ഇതിന് ബാക്കിയായിട്ട് രാവിലെ 9 മണി മുതൽ 10-11 വരെയുള്ള സമയത്ത് ബൈബിൾ ക്ലാസ് ഉണ്ട്. ഈ ആഴ്ചത്തെ പരിപാടി അതോടെ നാളത്തെ കൊണ്ട് തീരും. അടുത്ത ശനി ഞായർ ദിവസങ്ങളിലൂടെ ആരാധന ഉണ്ടായിരിക്കുന്നില്ല. അടുത്ത തിങ്കളാഴ്ച ബൈബിൾ ക്ലാസ്, ബുധനാഴ്ച ഇതുപോലെ യോഗം, വ്യാഴാഴ്ചത്തെ ബൈബിൾ ക്ലാസ്സുകളുടെ കർഷാനുവാഴ്ചയ്ക്ക് മുമ്പുള്ളതായ പരിപാടികൾ തീരും. 40-ാം വെള്ളിയാഴ്ച ഇവിടെ ആരാധനയില്ല. അതിൻ്റെ തലേ വ്യാഴാഴ്ചയോടെ ഇവിടുത്തെ പരിപാടികൾ തീർന്നിട്ട് പിന്നെ ഈസ്റ്റർ കഴിഞ്ഞാണ് ഇവിടുത്തെ പരിപാടി നമ്മൾ ആരും ഓർപ്പിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ആരാധന പഴയ പോലെ തുടരും. ഇതെല്ലാം പ്രാർത്ഥിച്ച് നിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ഇടവുകളിൽ പോയി ഈ ഏകരക്ഷകനായ യേശുവിനെ നിങ്ങളുടെ ആരാധനയിലൂടെ ജീവിതത്തിലുള്ള സാക്ഷിക്കുവാനാണ് ഈ വർഷത്തെ ഇവിടുത്തെ കർഷാനുപകാരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. ഞാൻ ആ സമയത്ത് ബോംബെയിലായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോയി കേട്ട സന്ദേശം പ്രായോഗികമാക്കി പുതിയ അനുഗ്രഹങ്ങളുമായി വാർഷിക ധ്യാനത്തിന് ഒരുങ്ങണമെന്ന് ആരും ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യേശുനാമമല്ലാതെ മാനവരെ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുവെന്നൊരു നാമമേ. പ്രവാചകന്മാർ മുന്നിൽ നിന്നൊരു രക്ഷാ സന്ദേശം യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ആഹാരം കഴിക്കാത്ത താഴേക്ക് പോകാം. അത് കഴിഞ്ഞിട്ടാണ് ആഹാരം വിളമ്പാൻ എല്ലാവരും ആരും കാണും.